ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ശനിയാഴ്ച സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം അവസരമൊരുക്കിയതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നതനുസരിച്ച് ഈ രണ്ടാമത്തെ മീറ്റിംഗ് ഈ മാസം കൂടുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവജനം ഏവർക്കും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം നാം എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈ യോഗത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് കർത്താവെ, യുവാക്കളുടെ മീറ്റിംഗായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ മാസവും ദൈവകൃപയും ദൈവസാന്നിധ്യവും ഞങ്ങളോട് കൂടെയിരുന്നല്ലോ. ആ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ദൈവകൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവജയം, യുവാക്കൾ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവജനം സംസാരിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദേവദാസനെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കും. മുഴുമഹത്വവും അങ്ങേക്ക് തരുന്നു. അങ്ങേ ശരണപ്പെടുന്നു. വലിയത് അങ്ങേ ഞങ്ങൾക്കായി ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി രണ്ട് സഹോദരങ്ങളെ ക്ഷണിക്കുകയാണ്. ഗ്ലോറിയും വിജയ് ബ്രദറും പ്രാർത്ഥിക്കും. പിതാവേ, നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. സ്വതന്ത്ര കർത്താവ് ദൈവമേ, കഴിഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ഈ യൂത്ത് മീറ്റിംഗിന്റെ രണ്ടാമത്തെ യൂത്ത് മീറ്റിംഗ് ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ തന്ന നല്ല സാവകാശങ്ങൾക്കായി കർത്താവ് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ദൈവമേ, കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞ് ഈ സമയം വരെ കർത്താവ് ഞങ്ങളെ ചേരുന്നവരയിൽ സൂക്ഷിച്ച നിലവുകൾക്കായി നന്ദി പറയുന്ന കർത്താവ് ദൈവം, ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ദൈവ രോഗങ്ങളോ ദൈവം ഞങ്ങൾക്ക് വേർപാടുകളോ ഉണ്ടാകാതെ ഞങ്ങളെ കാത്തെടുക്കുന്നവർക്കായി നന്ദി പറയുന്ന കർത്താവ് ദൈവം, കാലം ദൈവം ഞങ്ങളെ കൃപയാൽ ദൈവമേ നിറയ്ക്കണമേ. കർത്താവ് നല്ല പാട്ടുകൾ, നല്ല ആരാധന ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ല ദൈവം വചനം ദൈവമേ ഞങ്ങൾക്ക് തരണമേ. അധ്യക്ഷനായിരിക്കുന്ന വൈകായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം വചനം സൂക്ഷിക്കുന്ന തോട്ടവിശ്വാസമായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ, എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ദൈവമേ തരുന്ന കർത്താവ് ദൈവത്തിന്റെ അഭിഷേകത്താൽ കൃപയാൽ നിറയ്ക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശുവിൻ നാമത്തിൽ. ആമേൻ. സിസ്റ്റർ ഗ്ലോറി. ഗ്ലോറി ഇല്ലയോ? ഗ്ലോറി ഇല്ല കേട്ടോ. അൺമ്യൂട്ട് ചെയ്യും. ഗ്ലോറി അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ലേ? സഹോദരിമാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ. ഗ്ലോറിനെ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്തേക്കുവാ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സൂം മീറ്റിംഗായി കർത്താവേ, യൂത്ത് മീറ്റിംഗായി ഞങ്ങൾ സൂമിലൂടെ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കഴിഞ്ഞ മീറ്റിംഗ് കർത്താവെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചല്ലോ കർത്താവെ. ഈ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മീറ്റിങ്ങിന് കർത്താവെ ആഗ്രഹിച്ച് കടന്നു വരാനിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. അവരുടെ കർത്താവെ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ സ്റ്റേബിളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ
മെസ്സേജ് വരുന്നത് പ്രിയ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കൃപയെ സാന്നിധ്യം എല്ലാം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഞങ്ങൾ യൂത്ത് മീറ്റിംഗ് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് പ്രയോജനമുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റിമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ യൗവനം കർത്താവെ ക്രിസ്തുവിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആദ്യോടന്തം കർത്താവെ, ഞങ്ങളുടെ കൃപയെ സാന്നിധ്യം എല്ലാം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പാട്ട് പ്രാർത്ഥന എല്ലാം അങ്ങേക്ക് പ്രസാദമുള്ള യാഗമാക്കി തീർക്കുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സമസ്ത അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തുന്ന കർത്താവെ, എല്ലാം അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കരങ്ങളിൽ താഴ്ത്തുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് ഈ യോഗത്തിലേക്ക് കടന്നു വരുന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ശ്രേഷ്ഠ ദേവദാസന്മാർ കുടുംബം, വിശേഷിച്ച് നമ്മുടെ കൂടെ ദൈവജനം സംസാരിക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദേവദാസൻ, അതിഥികളായി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്വാഗതവും ഈ സമയം നാം അറിയിക്കുകയാണ്. നമുക്ക് ആരാധനയിലേക്ക് കടക്കുവാം. അതിനായി മോസസിനെ ക്ഷണിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ആമേൻ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട യൂത്ത് മീറ്റിംഗ് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ചെയ്ത ഈ നല്ല സമയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള അല്പച്ച സമയങ്ങൾ നാം ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. നാം ആരാധിക്കുന്ന ദൈവം ഈസ് ദ കിങ് ഓഫ് കിങ്. ആമേൻ. ഈസ് ദ ഓൾമൈറ്റി ഗോഡ്. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികളാതിശയമേ, സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികളാതിശയമേ, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനാ. യേശുവേ നീ ഓർത്തതിനാ, എന്നെ നീ മാനിച്ചതിനാ. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനാ. യേശുവേ നീ ഓർത്തതിനാ, എന്നെ നീ മാനിച്ചതിനാ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ വല്ലഭൻ. ചേർക്കണം. യോഗ്യൻ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ,
സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങയ്ക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങയ്ക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. You deserve the glory and the honor. Lord, we lift your hands in worship as we lift your holy name. You deserve the glory and the honor. Lord, we lift your hands in worship as we lift your holy name. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles
ദൈവത്തെ പോലെ തുല്യനായി വേറെ ആരുമില്ല. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ നമ്മുടെ യേശു അല്ലാതെ നമുക്ക് വേറെ ആരുമില്ല. ആമേൻ. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ടോപ്പിക്കിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ജനനം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്, സഖായിയുടെ സ്റ്റോറി. അവൻ യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ, ജസ്റ്റ് യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം താൻ ആ അത്തിമരത്തിൽ കയറിയതാണ്. എന്നാൽ യേശുവിനെ കണ്ട മാത്രയിൽ തന്നിലൊരു പുതിയ സൃഷ്ടി അവിടെ ഉരുവായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ വൈകുവേളയിൽ നാം ക്രിസ്തുവിനെ യഥാർത്ഥത്തിലാണ് നോക്കുന്നതെങ്കിൽ അമ്മേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ യേശുവിന് കഴിയും. അതിനെങ്കിൽ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പഴയൊരു ഗാനം ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ച എന്നിയെ കാത്തവനെ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ച എന്നിയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാമേശുവെ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാമേശുവെ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. കഷ്ടവും അവശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. കഷ്ടവും അവശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. ഉള്ളം കലങ്ങും കള്ള സഹോദരർ വള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലങ്ങും കള്ള സഹോദരർ വള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു കുടിക്കും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും നീ കുടിക്കും. മാരുകും പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. മാരുകു പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം
ക്ലേശമകിലവും നീങ്ങുകയാൽ യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. 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 ആമേൻ. പിതാവേ, കർത്താവ് അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ കരുണയ്ക്കുമായി ദൈവമേ നന്ദി പറഞ്ഞു പിതാവേ. കർത്താവ് നന്ദിയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ലപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ പകരം നൽകുവാൻ വേറൊന്നുമില്ല. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച എല്ലാ സ്നേഹത്തിനുമായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. കർത്താവ് അങ്ങയുടെ ജീവൻ നൽകി ഞങ്ങൾ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തിനായി കർത്താവ് അങ്ങ് സ്തുതിക്കുന്നു പിതാവേ. കർത്താവ് തുറന്ന് ഞങ്ങൾ ദിവസം ഇരിക്കുമ്പോൾ ദൈവത്തിന് വലിയ സ്ഥാനത്ത് കൊണ്ട് കർത്താവ് നിറക്കണമേ. അമേൻ. ദൈവം ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മാന്മഹത്വം എടുത്താട്ടെ. എല്ലാം യേശുനാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മോസസിനെ ദൈവം ബലപ്പെടുത്തിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദേവദാസന് സമയം കൊടുക്കുവാനുള്ള അവസരമാണ്. ബാംഗ്ലൂരിൽ നിന്നുമാണ് ദേവദാസൻ നമ്മോടൊപ്പം ചേർന്നത്. അതിനു മുമ്പ് താമസിച്ച് യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ദേവദാസനെ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തേണ്ടതിനായി, നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ബ്രദർ റിച്ചാർഡ് ഇപ്പോൾ പ്രാർത്ഥിക്കും. യൂത്ത് മീറ്റിംഗ് ആയി ഞങ്ങൾക്ക് കൂടി വരാൻ ദൈവവിടെയാക്കിയതിനായി സ്തോത്രം കർത്താവജ. ഈ കൂടി വന്നിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവജ. ഞങ്ങൾക്ക് നല്ല വചനം പ്രിയ വന്നിരിക്കുന്ന ദേവദാസനും കൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാക്കണേ കർത്താവജ. ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിനും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവജ. ഇനി കടന്നു വരാനുള്ളവരെയും കൂട്ടിവരുത്തണേ കർത്താവജ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ചെയ്യണേ കർത്താവജിനെ കൂടുതൽ അറിയുവാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവജിന് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയെ ഞങ്ങൾക്ക് കിട്ടണേന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ അങ്ങ് ഇടയാക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവജ. ഞങ്ങളുടെ സഭയ്ക്കും എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ ഇതാവുള്ളവരെയും കൂട്ടിവരുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആരാധന യൂത്ത് മീറ്റിംഗ് ഞങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ ഇത് ആദ്യം മുതൽ അന്തം വരെയും കർത്താവജിന്റെ കാലം വരുവാനും കൂടെ ഇരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം. ഞാനിക്ക് മറുപടി വന്നതിനായ സ്തോത്രം യേശുനാമത്തിൽ തന്നെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഗ്രേ സിറ്റി ചർച്ചിന്റെ വൈപ്പിയോടനുബന്ധിച്ചാണ് ഈ രണ്ടാമത് മീറ്റിംഗ് ആയി ഈ രണ്ടാമത് മാസം നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാൻ ദൈവം സഹായിച്ചത്. കഴിഞ്ഞ മാസത്തെ മീറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് ദൈവദിനം ശുശ്രൂഷിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും പാസ്റ്റർ ജോ തോമസ് അബ്രഹാം. അദ്ദേഹം SABC ബൈബിൾ കോളേജിലെ ടീച്ചറാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ വളരെ അനുഗ്രഹത്തോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ദൈവം നമുക്കായി ഒരുക്കേണ്ടതിന് പ്രിയ ദേവദാസനെ ഞാൻ ക്ഷണിക്കുകയാണ്. പാസ്റ്റർ ജോ തോമസ് അബ്രഹാം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളോട് ഒരുമിച്ച് ഈ ദിവസം ഈ യൂത്ത് മീറ്റിംഗ് ആയിട്ട് ആയിരിക്കാൻ ദൈവന്റെ ജീവിതത്തിൽ നൽകുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബ്രദർ നെൽസൺ, നമ്മളെ പാട്ടിൽ നയിച്ച എന്റെ സ്നേഹിതൻ ബ്രദർ മോസസ്, നിങ്ങളെ എല്ലാവരെയും കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു.
വളരെ തിടുക്കത്തോടെ നിങ്ങളോട് അറിയിപ്പാനായി എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുള്ള ആ വചനഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. 1, 2, 3 വാക്യങ്ങൾ, ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തുടങ്ങുവാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. 3-ാമത്തെ വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട്, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. വീണ്ടും ജനനം എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ തീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീണ്ടും ജനനത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് ഒക്കെ വളരെ ശാന്തമായി ഒരു ധൃതി കൺവെൻഷൻ പ്രസംഗത്തിന്റെ മോഡിൽ അല്ല സംസാരിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ കാരണം ഇതാണ്, പലപ്പോഴും ഈ ധൃതി പ്രസംഗത്തിന്റെ അവസാനം എന്തോ ആയിരുന്നു സന്ദേശം എന്ന് ചോദിച്ചാൽ കുറിവാക്യം പോലും ഓർത്തെടുക്കാനൊക്കാത്ത ഒരു പ്രത്യേക അവസ്ഥ. അങ്ങനെ ഉണ്ടാകാതെ പ്രൈമറിലി എൻ്റെ സമപ്രായക്കാരും എന്നെ കാട്ടി പ്രായം കുറഞ്ഞവരെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഐ വിഷ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നുവെങ്കിൽ എന്ന്. പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള സാഹചര്യം ഇന്നില്ല. അതുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ വളരെ ശാന്തമായി സംസാരിക്കുവാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. ഒരു പ്രത്യേക കാര്യം, മുഖവരയായിട്ട് ഒരു കാര്യം ഓർപ്പിച്ചിട്ട് ഈ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. പൊതുവെ എല്ലായിടവും ഒരു വലിയ പെന്തക്കോസ്റ്റൽ സഭകളിൽ വലിയൊരു ആശങ്കയുണ്ട്. ആശങ്ക ഇതാണ്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നൊരു ആശങ്കയുണ്ട്. അത് നിങ്ങൾക്കാർക്കും ഒരു പുതിയ അറിവല്ല. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രശസ്തനായ ഒരു കൺവെൻഷൻ പ്രാസംഗികൻ നമ്മുടെ മലയാളക്കരയിൽ നിന്ന് വളരെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ശുശ്രൂഷിക്കുന്ന ഒരാള് പറയുന്ന കേട്ടു. ഒരു ചെറിയ ക്ലിപ്പായിട്ട് ഫേസ്ബുക്കിലൊക്കെ കേട്ടു. അദ്ദേഹത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ട്രാവലിങ്ങിൽ അദ്ദേഹത്തിന് മനസ്സിലായത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ള പ്രശ്നമല്ല, എല്ലായിടവും ഒരു താല്പര്യമില്ല. യൂത്ത്സിന് പൊതുവെ ഈ സഭാകാര്യങ്ങളോടൊരു താല്പര്യമില്ല. സൺഡേ സർവീസിനോടോ ഒന്നും ഒരു ഷ്രിങ്ക് ചെയ്യുന്നു, അറ്റൻഡൻസ് എല്ലാം ഷ്രിങ്ക് ചെയ്യുക. അപ്പം ഞാനത് കേട്ടപ്പം ഞാൻ കേട്ട പല അഭിപ്രായങ്ങളുമായിട്ട് യോജിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ബാംഗ്ലൂരിൽ ഈ ലോക്ക്ഡൌണിന് മുമ്പ് ഞാൻ പലയിടങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ പലയിടത്തും സഭാ ശുശ്രൂഷകർ എന്നോട് സംസാരിച്ച് ഞാൻ ഓർത്തെടുത്തു, ജോയെ വലിയ പ്രശ്നമാണ്, യൂത്ത്സ് വരുന്നില്ല, അവർക്ക് സമയം കൂടുന്നത് പ്രശ്നം, അവർക്ക് പ്രസംഗം പ്രശ്നം, പാട്ട് പ്രശ്നം. അതുകൊണ്ട് ബാംഗ്ലൂരിൽ എല്ലായിടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇംഗ്ലീഷ് സർവീസ് ആയിട്ട് കൂടിക്കോളാൻ പറയും. നിങ്ങൾ നിങ്ങളുടെ പരിപാടി മേളിൽ പല ഈ ബാംഗ്ലൂരിലെ ചർച്ച് ബിൽഡിങ്സും നിങ്ങൾ കടന്നു വന്നാൽ ഈ 2 ഫ്ലോറിംഗ് ആയിരിക്കും. അഡൽട്സ് എല്ലാം ഒരിടത്തിരിക്കും, യൂത്ത്സ് എല്ലാം വേറൊരിടത്ത്. അത് അവർ പറയുന്നത് ഈ താഴെ നടക്കുന്നതിനോട് ഇവർക്ക് ഇഷ്ടമില്ല. അപ്പൊ ഇവരുടെ ഇഷ്ടത്തിന് മേളി നടക്കട്ടെ. ആ മേളി ചെന്നാൽ യൂത്ത് സർവീസിന് അല്ലെങ്കിൽ ഇവരുടെ ഇംഗ്ലീഷ് സർവീസിന് ചെന്ന ഒരു കാര്യം മനസ്സിലാവും, വചന ശുശ്രൂഷയ്ക്കുള്ള സമയം 15 മിനിറ്റ് 20 മിനിറ്റ്. എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ പാട്ടാ നടക്കുന്നത്. ഭയങ്കര പാട്ടിൽ ഇളകി മറിയുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ഗെയിം ഒക്കെ ഉണ്ട്. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുക. ആർക്കും നിരുത്സാഹപ്പെട്ടെങ്കും പോകല്ലേ, പെന്തിക്കോസ് വിട്ടു പോകരുത്, അതുകൊണ്ട് ഇങ്ങനെ അവര് ഇവിടെ വന്ന പ്രശ്നം അവരവിടെ ഇരിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ. അവരുടെ 2 hours അല്ല സർവീസ്, 1 hour ഉള്ളു സർവീസ്. ഞാന് വളരെ ശാന്തമായി കാലങ്ങളായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തു പറ്റി, എന്താണ് ഇവിടെ പ്രശ്നം? കാരണം മാർത്തോമ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർക്ക് ഈ പ്രശ്നമില്ലല്ലോ, അവരവരുടെ സഭകളിൽ പോകുന്നുണ്ടല്ലോ,
അല്ലെങ്കിൽ അവര് മാമോദിസ എടുത്ത് അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നു. ഇത് അവർക്ക് പള്ളിയോടൊന്നും ഒരു അവജ്ഞയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലൊന്നും ഇത് നമുക്കേ ഉള്ളല്ലേ ഈ പ്രശ്നം. എന്താ പറ്റി, എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ ഈ ടൈറ്റിൽ അവിടാണ് പ്രസക്തമായിട്ടുള്ളത്. ഏറ്റവും ഘനമായിട്ടുള്ള കാര്യം നമ്മളോടാരും പറഞ്ഞു തന്നില്ല എന്നുള്ളത് മാത്രമല്ല, മുതിർന്നവർ അവർ വിശ്വസിച്ചു എന്ന് കരുതുന്നത് പോലും പലപ്പോഴും അപൂർണമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം, അപ്പൊ അത് വ്യക്തമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ. ഒന്നാമത്തെ ഒരു കാര്യം, പലരും പെന്തക്കോസ്റ്റിലേക്ക് വരാൻ, പെന്തക്കോസ്റ്റൽ ചർച്ചസിലേക്ക് വരാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത് ഒന്നിയിൽ രോഗസൗഖ്യം, അല്ലെങ്കിൽ കടബാധ്യത മാറുന്നതിനോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മേന്മ, ഉദ്ധാരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ചർച്ചിൽ വരുന്നത്. ചർച്ചിൽ വന്നുകൊണ്ട് ആ വരവിന് തെറ്റില്ല, കാരണം യേശുവിന്റെ അടുക്ക ആൾക്കാർ ചെന്നതും ആവശ്യങ്ങൾ കൊണ്ടാണ്, ഫെൽറ്റ് നീഡ് കൊണ്ടാണ് യേശുവിന്റെ അടുക്ക വന്ന ഭൂരിഭാഗം ആൾക്കാരും വന്നത്. വചനം വായിച്ചു വന്ന അപൂർവം കുറച്ച് ആൾക്കാരേ ഉള്ളൂ, നിക്കോദിമോസിനെ പോലുള്ള ആൾക്കാർ. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. 80-90% ആൾക്കാരും ശരീരത്തിൽ രോഗം, അല്ലെങ്കിൽ മോൻ മരിച്ചുപോയി നിലവിളിച്ച് യേശുവിനോട് പറഞ്ഞു, അല്ലെങ്കിൽ കുരുടനായവൻ ഇങ്ങനെ വന്നത്. പെന്തക്കോസ്റ്റിൽ വന്നതും കരഞ്ഞു വിളിച്ച് എല്ലാരും നമ്മൾ വന്നു എന്നുള്ളത് സത്യ. പക്ഷെ എന്താണെന്നറിയാം, വന്നപ്പോഴും കേട്ടത് എന്താണെന്നറിയാം, ഓരോ ഞായറാഴ്ചയും കേട്ടത് എരിഹോ മതിൽ ഇടിക്കുന്ന ദൈവം, ചെങ്കടൽ പിളർത്തുന്ന ദൈവം, വാലിന്റെ തലയാക്കുന്ന ദൈവം, നിങ്ങളുടെ സന്താനങ്ങളെ ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന ദൈവം. കുറച്ചുകൂടെ ഞാൻ അങ്ങോട്ട് പൊളിച്ചു പറഞ്ഞാൽ അത് വളരെ ഇതായിട്ടാ പറഞ്ഞു. കുറച്ചുകൂടെ പൊളിച്ചു പറഞ്ഞാൽ, ഞാൻ കേട്ട് വളർന്നത് അപ്പൻ കേറിയിട്ടില്ലാത്ത വാഹനത്തിൽ നീ സഞ്ചരിക്കും. ഒരു ദിവസം തന്നെ 3 വിമാനങ്ങൾ വരെ മാറുന്ന ഒരു അവസ്ഥ നിന്റെ ജീവിതത്തിലുണ്ട്. അവസ്ഥ എന്നല്ല പറയണ്ട, അത് തെറ്റിപ്പോയി. അവസ്ഥ എന്നല്ല, എന്തോ അനുഭവം എന്നോ അങ്ങനെയൊക്കെ പറയാം. നിന്നെ മാനിക്കാൻ പോവുകയാണ്. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോവാ. ഇതാണ് പ്രശ്നമായി പോയത്. എന്താണെന്നറിയോ പ്രശ്നം? സുവിശേഷത്തെ നമ്മൾ കണ്ടത് നമുക്കെന്തോ മേന്മ ഉണ്ടാകുന്നതായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മുടെ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഇടയിൽ ഒരു 10 IAS ഇതിനോടൊപ്പം വേണമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. നമ്മുടെ ഇടയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പെന്തക്കോസ്റ്റ് മുഴുവനായിട്ടാണ് പറയുന്നത്, അല്ലാതെ ഒരു ലോക്കൽ ചർച്ച് ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഫുൾ പെന്തക്കോസ്റ്റൽ ഡിനോമിനേഷനിൽ ഈ പറഞ്ഞതും കേട്ടതും അനുസരിച്ച് ഒരു 10 IAS വേണമായിരുന്നു. കാരണം കൂട്ടുകാരിൽ പരമായി ആനന്ദതയിലുമാ. പക്ഷെ നമ്മൾ പറഞ്ഞത് കൂട്ടുകാരിൽ പരമായി മാർക്ക് വാങ്ങിക്കുന്ന, പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. അപ്പൊ ഈ അടുത്ത തലമുറയെ കിട്ടാതെ പോയതിന്റെ ഒരു പ്രധാന കാര്യം, എംഫസിസ് തെറ്റിപ്പോയി. എംഫസിസ് മുഴുവൻ ഭൗതികമായിരുന്നു. ആ ഭൗതിക എംഫസിസിൽ വളർന്നു വന്ന പെന്തക്കോസ്റ്റുകാർക്ക് വേഗത്തിൽ ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാം അവർക്ക് മനസ്സിലായി? കേരള ബോർഡർ വിട്ടപ്പോ അവർക്ക് മനസ്സിലായി, എടാ കാശുണ്ടാക്കാൻ യേശു ഒന്നും ഒരാവശ്യമില്ല, ചർച്ചിൽ പോകേണ്ട ഒരു കാര്യമില്ല. ഈ പറയുന്ന എന്തോ ദൂത് കേട്ടിട്ടാ ബാംഗ്ലൂരിലെയോ മുംബൈയിലെയോ വലിയ കാശുകാരിരിക്കുന്നേ. അല്ലെ ഒന്നും വേണ്ട, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനി ഏത് ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടാണ് പുള്ളിക്ക് പൈസ കിട്ടിയത്? പെട്ടെന്ന് സ്പിരിച്വാലിറ്റി താഴെ പോയി, ടെമ്പറേച്ചർ താഴെ പോയി. ഞായറാഴ്ചയും കൂടെ എങ്ങനെയാലും വർക്ക് ചെയ്യാൻ ഒക്കുമെങ്കിൽ അത് നല്ല ആ ചിന്ത വന്നു. എംഫസിസിൽ പറ്റിയൊരു പ്രശ്നമാണ് പെന്തക്കോസ്റ്റൽ സമൂഹത്തിലെ യങ്സ്റ്റേഴ്സിനെ നഷ്ടപ്പെടാനുള്ള കാര്യം. ഞായറാഴ്ച തോറും പുൾപിറ്റിൽ പറഞ്ഞതെല്ലാം കിട്ടുന്നു, നീയാണ് ഇവിടുത്തെ, നീ ഫോക്കസ് മുഴുവൻ ഞാനാ. ജോ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോകുന്നതും, ജോ വീട് വാങ്ങിക്കുന്നതും, ജോ വണ്ടി ഉണ്ടാക്കുന്നതും, ജോ നമ്പർ 1 ആകുന്നതും. പക്ഷെ ഞാന് 20 വയസ്സ് കഴിഞ്ഞപ്പം കണ്ണ് ഓടിച്ചു നോക്കിയപ്പം, എടാ എനിക്കുള്ള ഈ പറയുന്നതെല്ലാം യേശു ഇല്ലാത്തവർക്കും ഉണ്ടല്ലോ. ഞാൻ ഈ പറയുന്ന പോലെ ആകണമെങ്കിൽ, ഈ ദൂത് പോലെ ആകണമെങ്കിൽ ഞായറാഴ്ചയും കൂടെ പോകാതിരുന്ന് വർക്ക് ചെയ്താലേ എനിക്കിത് വരാനൊക്കെ തോന്നും. ആ ഒരു മുഖവര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എഫേസ്യ ലേഖനം എന്ന് പറയുന്ന ഈ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ രക്ഷ എന്നുള്ള ആ സങ്കല്പമാണ് പ്രധാനമായി പറയാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഒരു
ഈ മുഖവരയോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആരെങ്കിലും ഈ പോയിന്റ്സോ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, എന്തെങ്കിലും ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ ഇതിന് ഞാൻ പറയുന്നതിന് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തിപരമായി ടെക്സ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഐ എം ഓപ്പൺ. അല്ലാതെ എല്ലാം മനസ്സിലാക്കി എല്ലാം തികഞ്ഞ ആള് എല്ലാവരെയും കുറ്റം അങ്ങനെ ഒരു ഇതിലോടല്ല ഞാൻ ഈ രാത്രി നിങ്ങളോട് സംസാരിക്കും. നിങ്ങളോടൊപ്പം പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ 3ാം തലമുറയായി വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോ വീക്ഷിച്ചു നോക്കുമ്പോൾ എന്താ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഭൗതിക എംഫസിസും ഒരു കാര്യം മിസ്സായിപ്പോയി. ഭൗതിക എംഫസിസിനൊപ്പം ആത്മീയതയും എക്സ്റ്റേണൽ ആയിപ്പോയി. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കൊച്ചുനാളിൽ ഓർക്കുമ്പോ പ്രസംഗങ്ങൾ ഓർക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരുടെ ഇന്ററാക്ഷൻ ഓർക്കുമ്പോൾ ഞാൻ സ്നാനപ്പെട്ടോ, നീ സ്നാനപ്പെട്ടോ എന്നുള്ളത് 100 പേര് ചോദിക്കുന്ന ഓർക്കുന്നു. അല്ലെങ്കിൽ അന്യഭാഷ കിട്ടിയോ, അന്യഭാഷ കിട്ടാത്തവർ മുമ്പിലേക്ക് വരട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ കരുതട്ടെ. എംഫസിസ് മുഴുവൻ മുങ്ങിപ്പൊങ്ങുന്നതിലും 4 വാക്ക് പറയുന്നതിലും ഒതുങ്ങി. വീണ്ടും ജനനത്തെക്കുറിച്ചോ യേശുവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തെക്കുറിച്ചോ യേശു എനിക്ക് ഓഫർ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ വിട്ടിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പറഞ്ഞതെന്നുള്ളതാണ് ഒരു മുഖവര. ഞാനിവിടെ എഫേസ്യ ലേഖനത്തിൽ നിന്ന് കാണിപ്പാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബേസിക് ലെസൺ എന്താന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഇടയ്ക്ക് ഈ ഓരോ ഡിസ്റ്റർബൻസ് പോലെ കേൾക്കുന്നത് എന്തായാലും ഈ ടെക്സ്റ്റ് വരുന്നതാണോ എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അതെന്താന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ അതോ എന്റെ ഫോണിന്റെ ആണോ എന്നറിയത്തില്ല. ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോക്കസ്, ലൈം ലൈറ്റ്, ആത്മീയതയുടെ ലൈം ലൈറ്റ്, ഈ സ്പോട്ട് ലൈറ്റ്, സ്റ്റേജിലൊക്കെ സ്പോട്ട് ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ മേലല്ല ദൈവത്തിന്റെ മേലാണ് സ്പോട്ട് ലൈറ്റ് എന്നുള്ളത് ഒരു അടിസ്ഥാന കാര്യമാണ്. നമ്മൾ മിസ്സാക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യ ലേഖനം 1-ന്റെ വാക്യം വായിച്ചു തുടങ്ങണം. നോക്കാമോ? എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഈ സ്പോട്ട് ലൈറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ വലിയ ഫോക്കസ് ആരേലോ ആയി തീരുന്നതാണോ അതോ ദൈവത്തിന്റെ കയ്യിലുള്ള ഒരു ചെറിയ ഒരാള് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് ഇഷ്ടമുള്ളത് നടക്കേണ്ട ഒരാളാണോ ഞാൻ? 1-1 ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. ആ വാക്ക് ആദ്യം ശ്രദ്ധിച്ചോ. ദൈവ ഇഷ്ടത്താൽ, ബൈ ദ വിൽ ഓഫ് ഗോഡ്. ആരുടെ മേലാ ഫോക്കസ്? പോൾ ആൻ അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ് ജീസസ് ബൈ ദ വിൽ ഓഫ് ഗോഡ്. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായി തീർന്ന പൗലോസ്. ആരുടെ മേലാ ഫോക്കസ്? ഈ സ്പോട്ട് ലൈറ്റ് പൗലോസിന്റെ മേലാണോ ദൈവത്തിന്റെ മേലാണോ? നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? 1-1 വായിക്കുമ്പോ ആരുടെ മേലാണ് ഈ ലൈറ്റ് അടിച്ചിരിക്കുന്നത്? പൗലോസിലേക്കാണോ അടിച്ചിരിക്കുന്നത് അതോ ഒരാടെ കൃപ കൊണ്ട് ഇവിടെ ഒരാൾ അപ്പോസ്തലനായെന്നുള്ളതേ ഉള്ളൂ? എനിക്ക് മനസ്സിലാകുന്നത് അവിടെ സ്പോട്ട് ലൈറ്റ് ഇരിക്കുന്നത് ദൈവത്തിങ്കലാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നോക്കിയേ, 1-1 ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ ദാസനായി. ഞാൻ ആ വാക്ക് സ്ട്രെസ് ചെയ്യുന്നത്, ഈ വാക്ക് മനസ്സിലായാൽ നമ്മുടെ ഇന്നത്തെ ചിന്തയും മനസ്സിലാവും, ആത്മീയതയുടെ വീക്ഷണവും ഭയങ്കരമായ രീതിയിൽ മാറ്റം വരും. 1-4 വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും ആ ദൈവത്തിൽ ആ ഫോക്കസ് എന്നുള്ള കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. നോക്കിക്കേ, 4-ാമത്തെ വാക്യം. നമ്മളെയൊക്കെ എന്തിനാ തെരഞ്ഞെടുത്തേ? 1-4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ എന്ന് പറഞ്ഞാൽ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ അവനിൽ എന്ന് പറഞ്ഞാൽ ആ അവനിൽ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തു. ആരുടെ മേലോ ഫോക്കസ്? ഫോക്കസ് എന്റെ മേലോ നിങ്ങളുടെ മേലോ അല്ല, ഫോക്കസ് ദൈവത്തിന്റെ മേലാണ്. എപ്പോഴും ആ വലിയ സത്യം നമ്മൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ആത്മീക ജീവിതം എന്നുള്ളത്, അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഉപവസിക്കുന്നതെല്ലാം എനിക്ക്, എന്റെ കംഫർട്ട്, എന്റെ കരിയർ, എനിക്ക് നല്ല ഭാവി വേണം, എനിക്ക് വിദേശത്ത് പോകണം, എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് വീടുണ്ടാക്കണം, അല്ലാതെ ദൈവം ഔട്ടാകുക, പിക്ചറിൽ നിന്ന് ഔട്ടാകുക. ഞാൻ പിന്നെ ആവർത്തിക്കട്ടെ, കേൾക്കുന്ന ദൂതുകൾ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്തേ. ഫോക്കസ് ദൈവത്തിലായിരുന്നോ നിങ്ങളിലായിരുന്നോ? ഞാൻ കേട്ടതിലെ ഒരു 80% ദൂതുകളുടെ സാരാംശം എന്ന് പറഞ്ഞാൽ ഞാൻ വലുതാകുന്നു, വലിയ ആരാണ്ടായി പോകുന്നു, അതിനുവേണ്ടി ദൈവം ഇങ്ങനെ മാറി നിന്ന് എനിക്കുള്ളതെല്ലാം ചെയ്തു തരുന്ന ഒരാൾ.
അവിടാണ് അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാ. അല്ലാതെ ദൈവം എനിക്ക് വേണ്ടി ഒരു കസാലയിൽ ഇരുന്ന് എനിക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ തരുന്ന ഒരു സപ്ലയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വളരെ റോങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ആരാധന എന്നുള്ളതും അതോടെ ഈ മുഖവരയിൽ ദൈവവചനത്തിലൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി താല്പര്യപ്പെടുക. ഒന്നാമത് ഞാൻ പറയുന്ന ലൈം ലൈറ്റ് ദൈവത്തിലാണ്, എന്നിലല്ല. നമ്മൾ വലിയ ആളാകുന്നൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് ഇഷ്ടമുള്ളത് ഏതും എന്നിലൂടെ ചെയ്യാൻ വേണ്ടി ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അത് ചിലപ്പോ എന്റെ കരിയറിൽ ഒരു നഷ്ടമാണെങ്കിൽ അതും ദൈവത്തിന് പൂർണ്ണ നിയന്ത്രണമാണ്. ദൈവം ഓണറാണ്. ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഹി ക്യാൻ ഡു വാട്ട് എവർ ഹി വാണ്ട്സ് വിത്ത് മൈ ലൈഫ്. അതുകൊണ്ടാ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് ചിലപ്പം അതൊന്ന് കാണിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സഹായകരമായിരിക്കും. 1:12 ഫിലിപ്പി ലേഖനം 1:12 ആ വാക്യം ഒന്ന് വായിച്ചു നോക്കുകയും നമ്മുടെ ഇന്ന് കേൾക്കുന്ന ഈ വേദശാസ്ത്രവുമായി അതിന് ബന്ധമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. 1:12 ഇപ്രകാരമാ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് എന്തുവാ? പൗലോസിന് ഭവിച്ചത്, എനിക്ക് ഭവിച്ചത് കാരാഗ്രഹത്തിൽ കിടക്കുക. ഇത്ര വലിയ ഭയങ്കര സമ്പത്തുള്ള, ഭയങ്കര സ്റ്റാൻഡിങ് ഉള്ള, പരീശനായ, എബ്രായൻ ജനിച്ച എബ്രായനായ, ഭയങ്കര പ്രൊഫൈലുള്ള ആള് പറയുക, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. എന്റെ ജോലി പോയതിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ല. എന്റെ ശരീരത്തിൽ രോഗമായതിൽ എനിക്ക് കംപ്ലൈന്റ്. എനിക്ക് സംഭവിച്ചത്, എനിക്ക് ഭവിച്ചത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിയാകുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ. വാസ്തവത്തിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കാര്യമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ വേദശാസ്ത്രപരമായി ഭയങ്കര തെറ്റുപറ്റി കിടക്കുന്നു. എനിക്ക് സംഭവിച്ചത് സാമ്പത്തിക നഷ്ടമാണെങ്കിൽ ഇവിടെ എല്ലാവരും കൂടെ വന്ന് പറയുന്നത് കെട്ടുപൊട്ടണം, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്ക്, നിനക്ക് ഡിസ്കംഫർട്ട് വരരുത്. അടിസ്ഥാനപരമായി അതാ ചിന്തിക്കുന്ന പലരും. വേർപെട്ട ഒരു സമൂഹത്തിലേക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോ എനിക്ക് ഇന്നു മുതൽ ഡിസ്കംഫർട്ട് ഒന്നും വരാൻ പാടില്ല. എനിക്ക് പട്ടും മെത്തേ കിടക്കണം. എനിക്ക് കൂട്ടുകാർക്ക് ഇന്റർവ്യൂ കിട്ടാത്തതും എനിക്ക് കിട്ടണം. കാരണം എനിക്ക് സാക്ഷ്യം പറയണം, വന്ന് സഭ എനിക്ക് പറയണം ദൈവം എന്നെ മാനിച്ചു. എന്റെ കൂട്ടുകാർക്ക് ഒന്നും കിട്ടിയില്ല, പക്ഷെ എനിക്ക് കിട്ടി. എന്റെ മുമ്പിൽ ഇന്റർവ്യൂവിന് പോയ 2 പേരോട് അവര് കയർത്ത് സംസാരിച്ചു, പക്ഷെ ഞാൻ ചെന്നപ്പം ഒരു പ്രത്യേക ദൈവത്തിന്റെ ഫേവർ എനിക്ക് കിട്ടി. ഇത് ഞായറാഴ്ച പറയണം. ഫോക്കസ് മുഴുവൻ എന്റെ മേലിരിക്കുക. പക്ഷെ അപ്പോഴാണ് എനിക്ക് മുമ്പേ ചെന്ന 2 പേർക്ക് ജോലി കിട്ടി. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ അവരുടെ മുഖം എല്ലാം കറുത്ത് വല്ലാതായി. തിരിച്ചു വന്ന് എന്തോ പറയുന്നറിയോ, ഇത് ഒരു പോരാട്ടമുണ്ട് ഇവിടെ, ഇത് പൊട്ടിക്കണം. അവിടെ വന്ന് സഭയെ പറഞ്ഞു ആകെ. കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്കെല്ലാം നല്ലതായി പോണം. അവിടെ എഫേസ്യ ലേഖനം 1:1 ദൈവ ഇഷ്ടത്താൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യാം, എന്റെ മേൽ ചെയ്യാം. ഞാന് ഈ ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആണെന്ന് ഞാൻ ധരിക്കട്ടെ. ഫിലിപ്പി ലേഖനം ഒന്ന് വായിച്ചു, പക്ഷേ നിങ്ങളുടെ ചിലരുടെ വീഡിയോ ഓൺ ആയതുകൊണ്ട് ചിലരുടെ മുഖം കാണാം. അപ്പൊ ചിലരുടെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവഭേദം നിമിത്തം ഒരു വാക്യം കൂടെ വായിക്കാൻ പോവുക. 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ വാക്യം ശ്രദ്ധിക്കൂ. 1 Corinthians chapter 6. ഇത് വാസ്തവത്തിൽ ഇത്രയും ഇതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല. ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവർ അല്ല എന്നുള്ള ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. 20-ാമത്തെ വാക്യം, 19-20 വാക്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് ഇഷ്ടമുള്ളത് നിങ്ങളിൽ ചെയ്യാം. 19, ഡു യു നോട്ട് നോ ദാറ്റ് യുവർ ബോഡീസ് ആർ ടെമ്പിൾസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്? നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഹു ഈസ് ഇൻ യു ഹൂം യു ഹാവ് റിസീവ്ഡ് ഫ്രം ഗോഡ്. യു ആർ നോട്ട് യുവർ ഓൺ. നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങളുടെ അംബീഷൻ അല്ല ഇവിടുത്തെ കാര്യം. നിങ്ങളുടെ കരിയറിലെ വളർച്ച അല്ല ഇവിടുത്തെ കാര്യം. ഞാൻ പെന്തിക്കോസ് വന്നതുകൊണ്ട് എല്ലാരെക്കാട്ടി വലിയ വണ്ടി ഞാൻ ഓടിക്കണം, ഇതല്ല കാര്യം. നിങ്ങൾക്കുള്ളതല്ല നിങ്ങളുടെ ജീവിതം. 20, യു വെർ ബോട്ട് വിത്ത് എ പ്രൈസ്. നിങ്ങളെ ഒരു വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. Therefore honor God. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവമാണ് ഇവിടുത്തെ വലിയ ആള്, ഞാനല്ല. അയ്യോ, ഇത് തന്നെ ഇന്ന് രാത്രി മുഴുവൻ പറഞ്ഞാലും അത് തീരത്തില്ല. കാരണം അടിസ്ഥാനപരമായി പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന എപ്പോഴാണെന്നറിയാമോ? തന്നെ ഒരു ജെറ്റ് വാങ്ങിക്കുമ്പം
ഓഹോ, ഭയങ്കര ദൈവനാമഹത്വപ്പെട്ടു. കൊട്ടാരക്കരയിലും കേരളത്തിലും ഒക്കെ പിന്നെ ഗുഡ് ന്യൂസ് എഴുതും, ഹല്ലേലൂയ എഴുതും, അവരെഴുതും ഇവരെഴുതും. ദൈവം മാനിച്ചു ഒന്നുമില്ലാതെ സൈക്കിളിൽ നടന്ന ആളാ. ഇപ്പൊ സ്വന്തമായി ജെറ്റ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെന്തക്കോസ്റ്റൽ ചരിത്രം ഇപ്പൊ 100 വർഷമായി. നമ്മളിൽ എത്ര പേർക്ക് ജെറ്റ് ഉണ്ട്? യേശു ഇല്ലാത്ത എത്രയോ പേർക്ക് ജെറ്റ് ഉണ്ട്. ഒന്ന് ചിന്തിച്ചേ, അത് തന്നെ തെറ്റിപ്പോയില്ലേ? നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്ത് ഇപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എത്രയും പൈസ അഡ്ജസ്റ്റ് ചെയ്താലും ഇനി പോട്ടെ, ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങിച്ചെന്ന് വെക്ക്, അത്രയല്ലേ ഉള്ളൂ. ഇനി ഇന്നോവ ക്രിസ്റ്റ തന്നെ എത്ര പേർക്കുണ്ട്? എങ്ങനെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വാഗനാർ വാങ്ങിച്ചതിന്റെ ക്ഷീണം മാറിയില്ല. സെക്കൻഡ് ഹാൻഡ് എർട്ടിക വാങ്ങിച്ചതിന്റെ EMI ഡ്യൂ ആയി കിടക്കുക. നമ്മൾ ആരോട് എന്തായി പറയുന്നേ? ദൈവം എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ദൈവം എന്നെ മാനിച്ചു, കണ്ടോ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഇത് തെറ്റായ സങ്കല്പമാണ്. യേശു ഇരിക്കുന്നത് എനിക്കെല്ലാം കൂടെ തന്ന് കൊഴുപ്പിച്ച് എന്റെ ഈ ഭൗതികത്തെ ലോകത്ത് കാണിച്ച അബാബ യേശുവിന്റെ എടുക്കുക. യേശു നല്ലവനാ. ജോയുടെ ജീവിതത്തിൽ ചെയ്തത് കണ്ടില്ലേ? വാസ്തവത്തിൽ യേശു സൗഖ്യമാക്കിയ പലരോടും യേശു പറഞ്ഞ എന്താണെന്നറിയാം? ഇതാരോടും പറയരുത്, ഇതൊറ്റ ആളോട് പറയരുത്. എന്താന്ന് ചോദിച്ചാൽ, ഇത് കണ്ടുകൊണ്ട് ആരും വരരുത്. ഇതല്ല പ്രൈമറി കാര്യം. പ്രൈമറി കാര്യം എനിക്ക് നിന്നിലൂടെ മഹത്വം എടുക്കണം. ആ മഹത്വം ചിലപ്പോ കാരാഗ്രഹമായിരിക്കും, ആ മഹത്വം ചിലപ്പോ രോഗക്കിടക്കയായിരിക്കും, ആ മഹത്വം ചിലപ്പം പൂർണ്ണസമയ സുവിശേഷ വേലയായിരിക്കും. നിന്റെ കംഫർട്ട് അല്ല കാര്യം. മൈ കിങ്ഡം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഗോഡ്സ് കിങ്ഡം ഇസ് ഫാർ മോർ ഇമ്പോർട്ടന്റ് ദാൻ ജോസ് കംഫർട്ട്. മുഖവരയാ, ഇതെല്ലാം മുഖവരയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ഐ വിഷ് ഇതെന്നോട് ഈ സൺഡേ സ്കൂളിൽ ആരെങ്കിലും ശരിക്കും പഠിപ്പിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഓർക്കുക. ദൈവത്തിന്റെ ഉള്ള ഫോക്കസും നമുക്ക് വേണ്ടി ദൈവം ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യം എന്താ? ഈ വീണ്ടും ജനനം, രക്ഷ, ഈ കാര്യങ്ങൾ. 2-ാം അധ്യായം ഒരു ഇംഗ്ലീഷ് ബൈബിളാ ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ ഒരു ടൈറ്റിൽ തന്നെ കാണും, മെയ്ഡ് alive in Christ. നമ്മളെ ഉയർപ്പിച്ചു, വീണ്ടും ജനിപ്പിച്ചു. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം, യേശു ഇല്ലാത്തൊരാളെ ആ ഒരു സ്റ്റേറ്റിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു ഈ വാക്യങ്ങളിൽ. യേശുവുമായിട്ട് അഭേദ്യമായ ഒരു ലൈവ് റിലേഷൻഷിപ്പ്, മുറിഞ്ഞു പോകാത്തൊരു ബന്ധമില്ലാത്തൊരാളെ സ്റ്റേറ്റിനെ വിളിക്കുന്നത് 2 പ്രാവശ്യം ആ പദം കാണാം. എല്ലാരും ബൈബിൾ തുറന്ന് വെച്ചിരിക്കുന്നു, സ്തോത്രം, അത് കാണുന്നതിൽ സന്തോഷം. 2-ന്റെ 1-ലും കാണാം, 2-ന്റെ 5-ലും കാണാം. ആ സ്റ്റേറ്റിനെ എന്താ വിളിക്കുന്നതെന്ന് അറിയാം? നോക്കിയേ, ചാപ്റ്റർ 2:1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അത് ഇപ്പൊ ഇന്ന് ചെല്ലു പറയുന്ന പോലെ ഞാൻ അറിയാം, അബദ്ധവശാൽ അങ്ങ് പറഞ്ഞ മരിച്ചതെന്നൊന്നും അല്ല, സിക്കെന്നേ അല്ല. ആ ഒരു മരിച്ചതെന്നുള്ളത് ഡെലിബറേറ്റ് പ്രയോഗമായതുകൊണ്ട് 5-ാമത്തെ വാക്യത്തിൽ പിന്നെയും നോക്കിയേ, മരിച്ചവരായിരുന്ന നമ്മെ. എന്നെ കേൾക്കുന്ന ദൈവസഭയിലെ എല്ലാവരുമേ, നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം മനസ്സിലാക്കണം. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, യേശുവുമായി ബന്ധമില്ലാത്ത ഒരാളെ വിളിച്ചിരിക്കുന്നത് യു വെർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെത്ത്. ഡെത്ത് എന്ന് പറയുമ്പോ നമുക്ക് ആർക്കും ഈ സമയത്ത്, പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ സമയത്ത് ഫ്യൂണറൽ സർവീസിന് പോകാൻ ഒട്ടുമേ ഇതില്ല. അത് വല്ല വൈറസ് ആകുമോ അതാകുമോ, ആർക്കും ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് അല്ലല്ലോ ഈ ഡെത്ത് എന്ന് പറയുന്നത്. ഡെത്ത് എന്ന ഈ ഒരു വാക്കിനെ, ഈ സ്റ്റേറ്റ് ഓഫ് പാപങ്ങളാൽ മരിച്ചവർ, എന്താ പദത്തിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഡെത്ത്, മരിച്ചവർ എന്ന് പറഞ്ഞാൽ പ്രതികരണ ശേഷി ഇല്ലാത്തവർ, അങ്ങനെയാ ചിന്തിക്കുന്നത്. ഈ എഫേസ്യ ലേഖനത്തിന്റെ ഒരു നിർവചനം ഞാൻ പറയാം. എഫേസ്യ ലേഖനത്തിന്റെ നിർവചനത്തിൽ 4:18 മരിച്ചവരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് 4:18 എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്നു. അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന്. മരിച്ചവർ എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനില്ലാത്തവർ. പെന്തിക്കോസ്റ്റിലുള്ള എല്ലാവർക്കും ദൈവത്തിന്റെ ജീവനുണ്ടോ? പെന്തിക്കോസ്റ്റിലുള്ള എല്ലാവർക്കും ജീവനുണ്ടോ? അതോ മരിച്ചവർ ഇതിനകത്തുണ്ടോ? അത് കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ ഈ വാക്യങ്ങൾ താഴോട്ട് ചിന്തിക്കുമ്പോൾ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയട്ടെ,
നമ്മുടെ ഈ സ്റ്റേറ്റ് എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ യേശുവില്ലാത്ത അവസ്ഥ, യേശുവുമായിട്ടുള്ള ബന്ധമില്ലാത്ത അവസ്ഥയെ പുസ്തകം വിളിക്കുന്നു, പൗലോസ് വിളിക്കുന്നു മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിക്കുന്നതാണ് ഏറ്റവും വലുതായി എനിക്ക് ചെയ്തു തന്നേക്കുന്നതെന്നാ ബൈബിള് പറയുന്നത്. അല്ലാതെ എനിക്ക് തന്ന എന്തോ സാമ്പത്തികമോ അല്ലെങ്കിൽ കരിയറോ, ഇതിനെക്കാട്ടിൽ ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ് ഇവിടെ. ദൈവത്തിന്റെ മേലാണ് ലൈം ലൈറ്റ്. ദൈവം എനിക്ക് വേണ്ടി എന്തോ ചെയ്തു, ജോയ്ക്ക് വേണ്ടി എന്തോ ചെയ്തു, ജോബിന് വേണ്ടി എന്തോ ചെയ്തു, ഫെബിന് വേണ്ടി എന്തോ ചെയ്തു, അല്ലെങ്കിൽ മനോജിന് വേണ്ടി എന്തോ ചെയ്തു, ആൻസണിന് വേണ്ടി എന്തോ ചെയ്തു, എന്തോ സ്പെഷ്യാലിറ്റി മറ്റുള്ളവർക്കില്ലാത്ത എന്തോ കയ്യിലുള്ളത്. എന്താന്ന് ചോദിച്ചാൽ മരിച്ചവരായിരുന്നു, പക്ഷെ എനിക്ക് ജീവൻ കിട്ടി. ഇവിടെ മരിച്ചവർ എന്ന് പറയുമ്പോ ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി പൗലോസ് 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും ഈ 2 കാര്യങ്ങൾ പറയുന്നു. ഈ ഫോഴ്സസ് എന്റെ മേലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മരിച്ചത്. അല്ലാതെ ഈ മരിച്ചെന്നുള്ളത് മരിച്ചത് അങ്ങനെ ഒരു കാര്യമല്ല. 2-ന്റെ 2-ാം വാക്യത്തിൽ 2 ശക്തികൾ പുറത്തുനിന്ന് നിൽക്കുന്നു. എന്റെ ജീവനെ നശിപ്പിച്ച 2 ശക്തികൾ. 2-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് നോക്കിയേ. അതെന്തോന്നറിയാമോ ഈ ശക്തി? 2-ന്റെ 2, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി, പുറത്തുനിന്നുള്ള 2 ഫോഴ്സസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്. അതിലെ ഫസ്റ്റ് ഫോഴ്സ് ആണ് ഈ ലോകത്തിന്റെ കാലഗതി, വേസ് ഓഫ് ദ വേൾഡ്. ഈ മരിച്ച ആ ഒരു അവസ്ഥയെക്കുറിച്ച് പരിചയപ്പെടുക കേട്ടോ. മരിച്ചതെന്ന് പറഞ്ഞാൽ ഈ മരണപ്പെടുന്ന അവസ്ഥയിലാക്കിയത് വേസ് ഓഫ് ദ വേൾഡ്, പുറത്തുനിന്ന് ഈ ലോകം. ഏത് ലോകം? ഈ വീണ് കിടക്കുന്ന ലോകം. ഏത് ലോകം? പാസിംഗ് ആയിട്ടുള്ള ഈ ലോകം. ഏത് ലോകം? നമ്മൾ എല്ലാ ദിവസവും ജീവിക്കുന്ന ഈ ലോകത്തിന്റെ വേസ്, കാലഗതികൾ, അതിന്റെ വാല്യൂ സിസ്റ്റം. ഈ ലോകത്തിന്റെ കാലഗതി മാത്രമല്ല, അവിടെ 2-ാമത് എഴുതിയിരിക്കുന്ന ശക്തി ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. 2-ാമത്തെ ഫോഴ്സാ. ഒന്ന് റൂളർ ഓഫ് ദ വേൾഡ്, വേസ് ഓഫ് ദ വേൾഡ്. 2-ാമത് എഴുതിയിരിക്കുന്നത് റൂളർ ഓഫ് ദ കിങ്ഡം ഓഫ് എയർ. ഇതെങ്ങനെയാ പ്രാക്ടിക്കലി നടക്കുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ ഒരു വാക്കുകൾ നമ്മുടെ മനസ്സിൽ വരണം. ഇതൊരു ചെറിയ കാര്യമല്ല. മരണപ്പെട്ട അവസ്ഥയിലാണ് യേശു ഇല്ലാത്ത എല്ലാവരും. ആ മരണപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ അതിനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് ലോകം നിന്ന് ഞെറുക്കുന്നു, വേറൊരു വശത്ത് പിശാച് നിന്ന് ഞെറുക്കുന്നു, വെളിയിൽ നിന്ന്. ഇത് രണ്ടും പോരാഞ്ഞിട്ട് അടുത്ത 2 ശക്തികളുണ്ട് അകത്ത്, എന്റെ അകത്ത്. ഈ ലോകവും പിശാചും വെളിയിൽ നിന്ന് എന്നെ സപ്രസ് ചെയ്തു, ജീവൻ ഇല്ലാതാക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ 2 ശക്തികൾ എന്റെ ഉള്ളിൽ എന്നെ മരണപ്പെട്ട അവസ്ഥയിലാക്കിയ 2 ശക്തികൾ. ഏതൊക്കെയാണെന്നറിയാമോ? 3-ാമത്തെ വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹമെന്ന്, അകത്ത് ഫ്ലഷ് പോരാ, ഫ്ലഷ് മാത്രമല്ല, മനോവികാരങ്ങൾ, മൈൻഡ്, അൺറീജനറേറ്റഡ് മൈൻഡ് ആൻഡ് ഫ്ലഷ്. 4 ശക്തികൾ നമുക്കെല്ലാവർക്കും വിരോധമായി നിൽക്കുകയാണ്. നമ്മള് വേർപെട്ട ഒരു സമൂഹത്തിൽ വന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാം? ഈ 4 ശക്തികൾ കെട്ടി മരണപ്പെട്ട അവസ്ഥയിൽ കിടന്ന ജോയെ. ഏത് ശക്തിയാണ്? ലോകം, പിശാച്, ജഡം, എന്റെ തന്നെ മനസ്സ്. എനിക്കെതിരെ നിന്ന് ദൈവത്തോട് പ്രതികരിക്കാൻ ഒക്കാതിരുന്ന എന്നെ ദൈവം വീണ്ടും ജനനത്തിലൂടെ ദൈവത്തോട് പ്രതികരിക്കുവാനുള്ള ശേഷി തന്നു. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതേണ്ടത്. ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആരാധിപ്പിക്കാനും എന്തോ സാധാരണ വർഷിപ്പ് ലീഡേഴ്സ് ചെയ്യുന്നതെന്നറിയാം. വർഷിപ്പ് ലീഡേഴ്സ് ചെയ്യുന്ന ചെയ്യുന്നത് കാരണം ഇതെല്ലാം വീണ് കിട്ടിയതല്ലേ ഈ ഫ്രേസസ് എല്ലാം. പലപ്പോഴും ഞാൻ ഓർക്കും, ബൈബിൾ കോളേജാണ് ഈ ഫ്രേസസ് കൈമാറ്റം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. പ്രസംഗത്തിന്റെ ഭാഷയും വർഷിപ്പ് ലീഡിങ്ങിന്റെ ഭാഷയും ബൈബിൾ കോളേജിൽ നിന്നാണ് കിട്ടുന്നത്. സാധാരണ കയറി നമ്മൾ പറയുന്നത്, ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തത് ഓർത്താൽ നിനക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും?
ഈ മനസ്സിൽ വരുന്ന എന്താണെന്നറിയോ? പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം പറയും. കാരണം ജോലി ഇല്ലാതിരുന്ന സമയത്തൊന്നും ഒരു ജോലി കിട്ടി. സ്തോത്രം. ചെല്ല് പറയും, കഴിഞ്ഞ ആഴ്ച നിന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം. എല്ലാരും പക്ഷെ നിങ്ങൾ കാണും കുറെ പേര് കൈകെട്ടി മാറി നിൽക്കുക. കാരണം കഴിഞ്ഞ ആഴ്ച ജോലി പോയി. കഴിഞ്ഞ ആഴ്ച രോഗം ഡയഗ്നൈസ് ചെയ്തു. അവിടെ നിൽക്കുക. എങ്ങനെ സ്തുതിക്കും? അവിടെ ആരാധന എന്താന്ന് ചോദിച്ചാൽ 2-ാം അധ്യായം 1-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട് കറക്റ്റ് ആരാധന. എന്താ ആരാധന എന്നറിയാം? 1-ന്റെ 3 പ്രാവശ്യം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ 3 പ്രാവശ്യം അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് കറക്റ്റായി ഭാഷാന്തരം ചെയ്തിട്ടില്ല. മൂലപദത്തിൽ 3 പ്രാവശ്യം ആ ഒരു വാക്കിലുണ്ട് അനുഗ്രഹം അനുഗ്രഹം. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. അവിടെ ആരാധനയുടെ കറക്റ്റ് സങ്കല്പമുണ്ട്. എന്താണെന്നറിയാം? 3-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ എന്ന മലയാളം തർജ്ജിമ. കണ്ടോ? എന്തോർത്താന്നറിയാമോ സ്തുതിക്കേണ്ടത്? എന്തോർത്താ പറയേണ്ടത്? ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. എന്തോർത്താ? ആത്മീക അനുഗ്രഹങ്ങളാൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഓർക്കുമ്പോ ഞാൻ ദൈവത്തെ നോക്കി പറയും, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. യു ഡിസേർവ് ദ ഗ്ലോറി, യു ഡിസേർവ് ദി ഓണർ ബിക്കോസ് യു ഹാവ് സേവ്ഡ് മീ. ഒരു സ്പിരിച്വൽ റിയാലിറ്റി ആണത്, ഒരു ആത്മീക സത്യമാണ് ഇവിടെ. അല്ലാതെ കഴിഞ്ഞ ആഴ്ച ദൈവം ചെയ്തത് മാത്രം പറയുമ്പോൾ, അത് പറയണ്ടായെന്നല്ല ഞാൻ പറയുന്നത്, അത് പറയേ വേണ്ട, അത് ഭയങ്കര മിസ്റ്റേക്കാ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് ഒരു അപകടത്തിൽ നിന്ന് വിടുവിച്ചാൽ സ്തോത്രം ചെയ്യണം അതിനകത്തുനിന്ന്. പക്ഷെ അപകടം ആവുമ്പോഴോ, അപകടമായി വണ്ടി മുഴുവൻ തകർന്ന് തരിപ്പണമായി കാലിന്റെ സ്വാധീനവും പോയി ഇരിക്കുമ്പോ വേർപെട്ട അനുഭവത്തിൽ വന്ന ആളിന് സ്തുതിക്കാൻ ഒക്കുമോ? സ്തുതിക്കാൻ ഒക്കണം. കാരണം ഒരു ആത്മീയ സത്യമുണ്ട്. എന്താ സത്യം? മരിച്ചവനായിരുന്നു ഞാൻ. ലോകവും പിശാചും ജഡവും എന്റെ തന്നെ മനസ്സും എന്നെ കീഴ്പ്പെടുത്തിയിരുന്നു. പക്ഷേ ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ റീബർത്ത്, ഒരു അനുഭവം എന്റെ ഹൃദയത്തിൽ നടന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്, ഈ മരിച്ചവരെന്ന് പറയുമ്പോഴേ, ഞാന് മുമ്പേ ഒരു പൊതുവായ ഡെഫിനിഷൻ പറഞ്ഞു. മരിച്ചവരെന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിലുള്ളത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടവർ. ഇപ്പൊ ചിലപ്പോ നമ്മൾ പറയല്ലോ, ചില ഉദാഹരണങ്ങളിൽ പ്രസംഗകർ ഉപയോഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നീ ശരിക്കും മരിച്ചിട്ടില്ല, നീ ശരിക്കും മരിച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയുടെ അടുക്കൽ വിസ്കിയോ റമ്മോ കൊണ്ടുവച്ചാൽ എടുക്കുവോ? നീ മരിച്ചിട്ടില്ല. പ്രതികരണശേഷി. പ്രതികരണശേഷി എന്ന് പറഞ്ഞാൽ മരിച്ചവന് പ്രതികരണശേഷി ഉണ്ടാവുമോ? ഈ വാക്യങ്ങളൊന്നും നോക്കിയേ. മരിച്ചവർ ഇപ്പൊ നമ്മളിൽ നിങ്ങളാരും പേഴ്സണലായിട്ട് എന്തോ പറയുന്നത് ഷെയിം ആക്കാനല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പൊ നമ്മളിലേക്ക് വരിക. ഇന്ന് ഇപ്പൊ ഈ സൂമിൽ 29 പേര് ഇപ്പൊ കേൾക്കുന്നുണ്ട്. നമ്മളിൽ ആരെങ്കിലും മരിച്ചവരാണോ? ഇന്നും എങ്ങനെ അറിയാമെന്നറിയാം? മരിച്ചവരെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കട്ടിലേ കയറി കൈയും കാലും നീട്ടി ഇങ്ങനെ കിടക്കുന്നവരെന്നല്ല. മരിച്ചവരെ കുറിച്ച് 2-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാം? നോക്കിയേ, 2-ാമത്തെ വാക്യം. മരിച്ചവരെ എങ്ങനെ അറിയാമെന്നറിയാമോ? 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആത്മാവിനെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആ വാക്ക് കണ്ടോ? നടന്നു. മരിച്ചവരെന്തോ ചെയ്യുന്നുണ്ട്? മരിച്ചവർ സുന്ദരമായി നടക്കുന്നുണ്ട്. വാക്കിംഗ് ഡെഡ് ആണിത്. എന്ന് പറഞ്ഞാൽ സ്വർഗം നോക്കുമ്പോ വേണ്ട പോന്നു ഡെഡ് ബോഡിയാ, പക്ഷെ നടക്കുന്നുണ്ട്. മരിച്ചവര് ഭയങ്കര ആക്റ്റീവാ. ഇതാണ് നമ്മുടെ സമൂഹത്തിന് അറിയാത്തത്. ഏതാ മരിച്ചവരെന്ന് ഇപ്പൊ അറിയത്തില്ല. കാരണം മരിച്ചതെന്നുള്ള നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വന്ന് കൈയടിക്കാത്തവൻ മരിച്ചവനാ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ണു തുറന്നുകൊണ്ടിരുന്നവൻ ഒരു ഇതുമില്ല, ആത്മീയനല്ല. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഈ വാക്ക് നിങ്ങൾ നോക്കണം. ഈ മരിച്ചവൻ എന്ന് ബൈബിള് വിളിക്കുന്ന ആള് നടക്കുന്നവനാ. വാക്കിംഗ്. ഈ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ അനുസരിച്ചാണെന്നറിയാം പുള്ളി നടക്കുന്നേ. അവിടാണ് മരിച്ചവനാണെന്ന് അറിയുന്നേ. അവൻ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. നടപ്പ് കാണിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ലൈഫ് സ്റ്റൈൽ. വാക്ക് എന്ന് പറയുന്ന പദം ഈസ് ഈക്വൽ ടു ലൈഫ് സ്റ്റൈൽ. ഡ്രസ്സിങ് അതിനകത്ത് വരും, ഹെയർ സ്റ്റൈൽ അതിനകത്ത് വരും,
വണ്ടിയുടെ മോഡിഫിക്കേഷൻ അതിനകത്ത് വരും, എല്ലാം വരുന്ന ഒരു വാക്കാണ് വാക്ക്, ലൈഫ് സ്റ്റൈൽ. അപ്പം ബൈബിള് വിളിക്കുന്നു പാപത്തിലും അതിക്രമങ്ങളും മരിച്ചവരായിരുന്നു. ഈ മരിച്ചവൻ പക്ഷെ നടക്കുന്നുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ, എന്തിനെ അനുസരിച്ചാന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ അനുസരിച്ച്, ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന വേറൊരു ആത്മാവിനെ അനുസരിച്ചായി നടക്കുന്നേ. മരിച്ചയാള് വാക്കിങ് മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ. രണ്ടാമതൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ. അതിന്റെ 3-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നോക്കിയാൽ ഞാനത് ഇംഗ്ലീഷിലൂടെ ആ വാക്യം ഒന്ന് വായിക്കാൻ പോകുക. 3-ാമത്തെ വാക്യം, all of us who lived among them at one time, gratifying the cravings of our flesh and following its desire. Following, നമ്മൾ ക്ലോസ് ആയി അനുഗമിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ വ്യക്തിയെ അനുഗമിക്കുന്നു. അപ്പൊ മരിച്ചവൻ എന്ന് ബൈബിള് വിളിച്ചയാള്, അവൻ വോക്ക് ചെയ്യുന്നു. പക്ഷെ അവന്റെ നടപ്പ്, ലൈഫ് സ്റ്റൈൽ കണ്ടാൽ അറിയാം ഇവൻ മരിച്ചവനാ. കാരണം ലോകമാണ് ഇവനെ നിയന്ത്രിക്കുന്ന മുഴുവൻ. ലോകത്തിന്റെ സമ്പ്രദായങ്ങളാണ്, ലോകത്തിന്റെ ചിന്തകളാണ് ഈ വ്യക്തിയുടെ അകത്ത് മുഴുവൻ. ഫോളോ ചെയ്യുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ, മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത്, ഈ ഫോളോ ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നത്, they fill their lungs with polluted unbelief and then exhale disobedience. വെളിയിലോട്ട് വരുന്നത് അനുസരണക്കേടാ, അകത്തോട്ട് വലിക്കുന്നതെല്ലാം ഫോളോ ചെയ്യുന്നത് മുഴുവൻ ഈ ലോകത്തിലെ കാര്യം. അടുത്തൊരു പദം എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്, ഈ പദങ്ങളെല്ലാം നോട്ട് ചെയ്യണമേ. മരിച്ചവരെന്ന് പറയുന്നവർ, ദൈവത്തിന്റെ ജീവനെന്ന് ഇല്ലെന്ന് പറയുന്നവര് ഭയങ്കര ആക്റ്റീവാ. അവര് വോക്ക് ചെയ്യുന്നുണ്ട്, അവര് ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള, മൂന്നാമത് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്, ഇൻ വിച്ച് യു യൂസ് ടു ലിവ്. രണ്ടാമത്തെ വാക്യം ഇംഗ്ലീഷിൽ അത് 2-ന്റെ 2-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. അവയിൽ നിങ്ങൾ മുമ്പേ, ഇൻ വിച്ച് യു യൂസ് ടു ലിവ്. ആ ഇൻ വിച്ച് എന്ന് കാണിക്കുന്നത് എന്താണെന്നറിയാം? ഒരു ലൊക്കേഷനെ കാണിക്കുന്നു. മരിച്ചവരെന്തോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഒരു പർട്ടിക്കുലർ സ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എൻജോയ് ചെയ്യാൻ, അവർക്ക് അവരുടെ മനോവികാരങ്ങൾ, ജഡത്തിന്റെ അഭിലാഷങ്ങൾ നിവർത്തിക്കാൻ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നിൽ ഈ ഇൻ എന്നുള്ള പദം എവിടെ എന്നുള്ളത് ചോദിച്ചാൽ 1:1 നോക്കിയ, ദൈവഇഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസസിൽ ഉള്ള എന്ന് പറയുന്ന, എഫെസസ് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ജീവിക്കുന്നവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഫെസസിൽ ചായക്കട ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് ബാങ്ക് ഉണ്ട്. അതുപോലെ മരിച്ചവർ ഒരു പർട്ടിക്കുലർ സ്ഥലത്താ ജീവിക്കുന്നത്. അത് അങ്ങനല്ലേ 2-ന്റെ 2-ൽ, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കഥ അനുസരിച്ച് അവയിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ. ഞാന് അത് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ കൊട്ടാരക്കര എനിക്കറിയാം. കൊട്ടാരക്കരയിൽ ഒരു സൈഡിൽ ഒരു പോറ്റി ഹോട്ടൽ ഞാൻ ഓർക്കുന്നത്, തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കാപ്പിയും നല്ല മസാല ദോശയും ഒക്കെ കിട്ടുന്ന ഒരു കാര്യം ഒരു വലത്തുവശത്തുണ്ട്, ആ കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന അവിടെ. ഇൻ വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം മാസ്ക് വെക്കുന്നുണ്ട്. മാസ്ക് വെക്കുന്നതിന് 2 ഉദ്ദേശങ്ങളാ പറയുന്നത്. ഒന്ന്, ഞാൻ തുമ്മുമ്പം കൊടുക്കരുത്, ആർക്കും കൊടുക്കരുത്. അതൊരു പ്രൈമറി റീസണാ. മില്യൺസ് ഓഫ് ഇത് വൈറസ് വരും ഞാൻ. രണ്ടാമത്തെ ഒരു റീസൺ, എനിക്ക് കിട്ടരുതെങ്ങും, എനിക്കെങ്ങൊന്നും ആരുടെയെല്ലാം തുമ്മലിലൂടെ കിട്ടരുത്. ആത്മീക മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഈ സമയത്ത് ഒരാൾ കൊട്ടാരക്കരയിലൂടെ മാസ്ക് വെക്കാതെ ആ പോറ്റി ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ നടന്നു പോവാന്ന് പറഞ്ഞാൽ എല്ലാരും അവനെ നോക്കി, എന്നാ മനുഷ്യനാടേ നീ, പോലീസ് വല്ലതും വന്നാൽ ചിലപ്പോ തൂക്കിയെടുത്തോണ്ട് പോകും. ആത്മീക മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ആത്മീക മരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ ഞാൻ ഒരു മാസ്കും വെക്കാതെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഫേസ്ബുക്കിലൂടെ ഞാൻ വലിച്ചെടുക്കുന്നു,
എവിടുന്നെല്ലാം കിട്ടുന്നോ വലിച്ചെടുക്കുന്നു, സിനിമയിലൂടെ കിട്ടുന്ന അതും വലിച്ചു, ഒരു മാസ്കും വെച്ചിട്ടില്ല, ഞാനങ്ങ് നടക്കുക. പക്ഷേ ഇനി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ വാക്കിംഗ്, ഫോളോയിങ്, ഒരു ലൊക്കേഷൻ കാണിക്കുന്നു. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ, ഈ ലോകം, അതിനകത്ത് മാസ്ക് വെക്കാതെ നടക്കുന്നവനാണ് മരിച്ചവൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭകളിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? എന്താണെന്നറിയാമോ വലിയ പ്രശ്നമായി പറ്റിപ്പോയത്? സ്നാനം എന്നുള്ളത് ഒരു വലിയൊരു മൊമെന്റായി നമ്മൾ പറഞ്ഞു. മുങ്ങി പൊങ്ങിയാൽ എല്ലാം ശരിയായി. 13-ാമത്തെ വയസ്സിലോ 14-ാമത്തെ വയസ്സിലോ നമ്മൾ അന്യോന്യം ചോദിച്ചുകൊണ്ട് സ്നാനപ്പെട്ടോടാ, സ്നാനപ്പെട്ടോടാ, സ്നാനപ്പെട്ടോടാ. ബൈക്കിന് വേണ്ടി സ്നാനപ്പെട്ടവരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. കല്യാണ സമയത്ത് 22-23 വയസ്സിൽ എല്ലാവരും നിനക്കല്ലേ ഈ സഭയെ വെച്ച് നടത്താനൊക്കത്തില്ല, സ്നാനപ്പെട്ടവരെ എനിക്കറിയാം. ബൈക്കിന് വേണ്ടി സ്നാനപ്പെട്ടവർ, പെണ്ണ് കെട്ടാൻ സ്നാനപ്പെട്ടവർ. പിന്നെ വേറൊരു കാരണമുണ്ട്. ഇന്നാളൊരു പാസ്റ്റർ പറഞ്ഞ്, എടാ മോനെ, എത്ര നാള് കർത്തൃമേശയുടെ പാത്രം നിന്റെ മുമ്പിലൂടെ പോകുന്ന നീ കണ്ടോണ്ടിരിക്കടാ, ഇതിനകത്തുനിന്നൊക്കെ എടുക്കാൻ നിനക്കൊരു ആഗ്രഹം ഇല്ലേടാ. അവൻ ഡേവിഡ് അടുത്ത ആഴ്ച എന്ന് പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടും. എന്തിനാ സ്നാനപ്പെടണമെന്ന് ചോദിച്ചാൽ, ഈ പാത്രം ബ്രെഡും വൈനും മുമ്പിൽ കൂടെ പോകുന്നത് അതിന്റെ ഒരു ഇത് എടുത്തേക്കാം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭകളിൽ ഒരുപാട് മരിച്ചവർ സ്നാനപ്പെട്ടു, അറിവില്ലാതെ സ്നാനപ്പെട്ടു. ഇന്നും മരിച്ചവരാ. മരിച്ചവനെ കൊണ്ട് മുക്കി എഴുന്നേറ്റ് കൊണ്ടുവന്നാൽ അവൻ ജീവിക്കുവോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ. മരിച്ചവനാ, അവൻ ലോകത്തെ അനുസരിച്ച് നടക്കുക, അവൻ ലോകത്തിന്റെ കാലഗതിയെ ഫോളോ ചെയ്യുന്നവനാ. അവന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുന്ന ഒരു ലൊക്കേഷനാ. അത് മാറിയിട്ടില്ല. മാറിയത് എന്താന്ന് ചോദിച്ചാൽ മുങ്ങി പൊങ്ങി കേറി. ഇന്നാൾ ആരോ പറഞ്ഞ പോലെ പാപി മുങ്ങി ഒരു കുതിർന്ന പാപിയായി അവൻ കേറി. അത്രേ സംഭവിച്ചുള്ളൂ. അങ്ങനെ ഈ മുങ്ങിപ്പൊക്കൽ വലുതായി ചിത്രീകരിക്കുന്നവർ, ഒരു രൂപാന്തരമില്ലാതെ ആ മുങ്ങിപ്പൊക്കൽ വലുതായി ചിന്തിക്കുന്നവർ എന്തായിരിക്കും എന്നറിയാമോ? സ്നാന ദിവസം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആരാ? സ്നാനപ്പെടുത്തുന്നേ. അതാ അവരുടെ ഫോക്കസ്. അതിനുവേണ്ടി വേണേ ഡേറ്റ് വേണേ മാറ്റി വെക്കും. എന്തിനാണെന്നറിയോ? പ്രസിഡന്റ് വരട്ടെ, അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ വരട്ടെ. അതാ അവരുടെ ഫോക്കസ്. അന്ന് അവരുടെ ഫോക്കസ്, അയ്യോ എനിക്ക് എത്രയും വേഗം യേശുവിനോടുകൂടെ ചേരണം, എന്റെ ഹൃദയത്തിൽ മാറ്റം. അതല്ല ഫോക്കസ്. ആര് സ്നാനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഞാനിത് ചുമ്മാ പറയുന്നതല്ല. പൗലോസ് എന്താണെന്നറിയാമോ കൊരിന്ത ആൾക്കാരോട് പറഞ്ഞത്? ഇവരെ മാത്രമേ ഞാൻ സ്നാനപ്പെടുത്തിയുള്ളൂ, മറ്റുള്ളവരെ സ്നാനപ്പെടുത്താത്തതിനായി സ്തോത്രം. അങ്ങനെയുള്ള ഒരു പാസ്റ്ററെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. മറ്റെല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ? സ്നാനപ്പെടുത്തുന്നവർ സാധാരണ വന്ന് പറയുന്ന ഒരു കാര്യ, മറന്നു പോയല്ലേ, നിന്നെ ഞാനാ സ്നാനപ്പെടുത്തിയത്. അതെന്താന്നറിയാ പറയുന്നേ? അവിടെ ഉറപ്പിക്കുക, നിന്റെ കല്യാണം കൂടെ ഞാൻ നടത്താന്ന്. ഇതൊരു മതമല്ലേ? ഇതൊരു മതമല്ലേ? സ്നാനപ്പെടുത്തുന്നത് ഞാനായിരിക്കണം. നീ മറന്നു പോരുത്, നിന്നെ സ്നാനപ്പെടുത്തിയ ഞാൻ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് എന്നെ വിളിച്ചോണം, കല്യാണം കഴിഞ്ഞ കുഞ്ഞിന്റെ പ്രതിഷ്ഠയ്ക്കും എന്നെ വിളിച്ചോണം. ഇതാ ഇന്നത്തെ സഭയെന്ന് പറയുന്നത്. ഒരു പിക്ചർ. എക്സെപ്ഷൻസ് ഉണ്ട്, എല്ലാ കാലഘട്ടത്തിലും ശേഷിപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ പറ്റിപ്പോയത്, ഉള്ളിലെ മനുഷ്യനിൽ ദൈവവുമായി ബന്ധമില്ലാതെ കിടക്കുന്നവനിൽ ജീവൻ വ്യാപരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. പറഞ്ഞത് മുഴുവൻ എക്സ്റ്റേണൽ ചേഞ്ചിനെ കുറിച്ചാ. നീ സ്നാനപ്പെട്ട് കയറിയാൽ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാ പറഞ്ഞു. നോയിക്കേ, ഈ മരിച്ചവൻ എന്ന് പറയുന്നവനെ കുറിച്ച് ഞാൻ 3 കാര്യങ്ങൾ ഇതിനോടവൻ പറഞ്ഞു. നിങ്ങളെ ചിലരെങ്കിലും അത് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. മരിച്ചവൻ നടക്കുന്നവനാണ്, മരിച്ചവൻ അനുഗമിക്കുന്നവൻ, ഫോളോ ചെയ്യുന്നവനാ. എന്തിനെയാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ ഫോളോ ചെയ്യുന്നവൻ, ആക്റ്റീവായി ഫോളോ ചെയ്യുന്നവൻ. 3ാമത് അവനൊരു സ്പേസ് ഉണ്ട്, ആ ലൊക്കേഷൻ. അവിടെ അവൻ മാസ്ക് ഇല്ലാതെ, അവൻ ഒരു വ്യത്യാസവും ഇല്ല. അവനും ഈ ലോകത്തിലുള്ളവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനത്തെ ഒരു മാസ്ക് ഇല്ലാതെ ശ്വസിക്കുന്നവൻ. 4ാമത് 3ാം വാക്യത്തിൽ അവന്റെ ജഡ ഇഷ്ടങ്ങൾ, ഇഷ്ടമായതൊക്കെ നോക്കിയ മനോവികാരങ്ങൾ ഇഷ്ടമായത് ചെയ്തുകൊണ്ട് അവൻ ചെയ്ത് ഗ്രാറ്റിഫൈ ചെയ്യുന്നവനാ. അവൻ ഫുൾഫിൽമെന്റ് കിട്ടുന്നവനാ. അപ്പൊ മരിച്ചവനെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കരുത്, അയ്യോ പെട്ടിക്കകത്ത് മൂക്കിനകത്ത് 2 പഞ്ഞിയും വെച്ച് ഇങ്ങനെ കിടക്കുന്നവനാ മരിച്ചവൻ. അല്ല. മരിച്ചവന്റെ റൂമിലോട്ട് കയറിപ്പോയാൽ
ആത്മീകമായി മരിച്ചവന്റെ റൂമിൽ കയറിപ്പോയാൽ നിങ്ങൾ എന്തോ കാണുമെന്നറിയോ? നിങ്ങള് നല്ല ആക്റ്റീവായ ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ കാണും. ചിലപ്പം വോളിലെല്ലാം ഓരോ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും, ചില മോഡൽസിന്റെ പിക്ചർ. ഇതാ മരിച്ചവനാ, പക്ഷെ മരിച്ചവൻ ഭയങ്കര ആക്റ്റീവാ. മരിച്ചവന്റെ എന്തുവാ, ഞാൻ ഇപ്പോൾ ഇന്നാള് കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് മീറ്റിംഗ് ചോദിച്ചു, മരിച്ചവന്റെ ഫോണിന്റെ വാൾപേപ്പർ എന്തോ ഐ ആം ഡെഡ് എന്നാണോ? മരിച്ചവന്റെ വാൾപേപ്പർ എന്ന് പറയുന്നത് ലൈഫ്, എന്നിലുണ്ട് ജീവൻ, അതല്ലേ? ചിലപ്പം മസിലിന്റെ പിക്ചർ ആയിരിക്കാം, മസിൽ ഇങ്ങനെ പെരുപ്പിച്ച് നിൽക്കുന്നതായിരിക്കാം, ചിലപ്പം ആ ബൈക്കിന്റെ അലോയിസ് ആയിരിക്കാം. ഇതൊക്കെയാ മരിച്ചവൻ ഇട്ടിരിക്കുന്നത്. അല്ലാതെ മരിച്ചവൻ ഇട്ടിരിക്കുന്ന മരിച്ചവന്റെ വാൾപേപ്പർ ഡാർക്ക് ഒന്നും കാണുന്നില്ല. അതല്ല. ആത്മീക മരണം എന്ന് പറഞ്ഞാൽ ആത്മീക ദൃഷ്ടിയുള്ളവർക്കേ തിരിച്ചറിയത്തുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. സ്നാനപ്പെട്ടു ചടങ്ങിന് വേണ്ടി, പക്ഷെ ആടെ മരണാവസ്ഥ മാറിയില്ല. ഇന്നും ലോകത്തെ അനുസരിച്ചാണ് നടക്കുന്നത്, ഇന്നും ലോകത്തെ അനുഗമിക്കുന്നത്. ഇന്നും അവന്റെ സ്പേസ് അവൻ മാറ്റിയിട്ടില്ല. ഇന്നും അവന്റെ ഈ ഗ്രാറ്റിഫൈങ് ചെയ്ത് ജീവിച്ചു പോകുന്നു. ഇതിനെ ദൈവം എങ്ങനെ വലിപ്പമുള്ള ഒരു പ്രശ്നമായി കാണുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. നമ്മുടെ ദൈവത്തോടുള്ള മനോഭാവവും ദൈവം എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥയെ, ഈ മരണപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേര് 1:5 വാക്യം ഒന്ന് നോക്കിയേ. 1:5 വാക്യം. മൂന്ന് 2:3 വാക്യം 2-ാം ഭാഗം. പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കണ്ടോ ആ പദം? എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് ഓഫ് റാത്ത്. മരിച്ചവർ ദൈവത്തിന്റെ കോപത്തിന്റെ ഒബ്ജക്ട്സ് ആണെന്ന്. കാരണം ദൈവം നീതിമാനാ. ദൈവത്തിന് ഞാനൊരു പാസ്റ്ററുടെ മകനായതുകൊണ്ട് ജോ കുഴപ്പമില്ല, ഇച്ചിരി ലോകമൊക്കെ ആണെങ്കിലും പോട്ടെ, ഒക്കത്തില്ല. ലോകത്തെ അനുസരിച്ചാണ് ജോ നടക്കുന്നതെങ്കിൽ, ലോകത്തിൽ മാസ്ക് ഇല്ലാതെ ജോ ജീവിക്കുന്നതെങ്കിൽ, ബൈബിൾ എന്നെ വിളിക്കുന്നു ഐ ആം ഒബ്ജക്റ്റ് ഓഫ് ഗോഡ്സ് റാത്ത്. നീതിമാനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ഒരു സാധ്യതയുമില്ലാതെ, വെളിച്ചത്തിലേക്ക് ഒരിക്കൽ പോലും വരാനൊക്കാത്ത ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാത്രമാണ് ഞാൻ. നീതിമാനായ ദൈവത്തിന്റെ, കാരണം ഈ നീതിമാനായ ദൈവത്തും ഈ പറയുന്ന ഈ ഫ്ലഷും ഒരുമിച്ച് പോത്തില്ല. ദൈവത്തിന്റെ റാത്ത് ചൊരിയുന്ന ഒബ്ജക്റ്റായി ഞാൻ മാറി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സ് ഓഫ് റാത്ത്. ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുണ്ട്. ഈ 2-ാമത്തെ അധ്യായം 1-ൽ തുടങ്ങുന്നത്, 2:1 ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ എന്നൊരു പദം. നിങ്ങളെ. ഞാൻ ആദ്യം അത് വായിച്ചപ്പോ ഓർത്തു, പൗലോസ് ഈ എഫെസോസിലുള്ളവരെല്ലാം ജാതികളാണ് കേട്ടോ. എഫെസോസിലുള്ള ജാതികളായിട്ടുള്ള വിശ്വാസികളാണ്, ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാ. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ ഒരു ഇതുണ്ട്, ഈ മരിച്ചവരെന്നൊക്കെ, ഇത് പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ ഒരു യൂത്ത് മീറ്റിങ്ങിനല്ലേ, ഇതെന്തോ ഈ മരിച്ചവരെന്ന് പറയുന്നത്, ഞങ്ങളെല്ലാം ജീവനുള്ളവരല്ലേ എന്നൊരു ചിന്ത ന്യായമായി വരാം. അവിടാണ് ഈ വാക്കിന്റെ പ്രസക്തി. ഞാൻ 2:1 വായിച്ചപ്പോ ഞാൻ ഓർത്തു, പൗലോസിനെ തന്നെ മാറ്റിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യഹൂദനായ പൗലോസ്, കൊച്ചിലെ മുതലേ ന്യായപ്രമാണം പഠിച്ച ഒരാള് 2:1 വായിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ എന്ന് പറയും. പക്ഷെ എന്റെ തെറ്റിദ്ധാരണ മാറി അടുത്ത വാക്യത്തിലോട്ട് വന്നപ്പോ. ആരാന്നറിയാമോ ഈ മരിച്ച സ്റ്റേറ്റിലായിരിക്കുന്നത്? 2:3 നോക്കിക്കേ. അവരുടെ ഇടയിൽ, അടുത്ത വാക്കെന്താ? അവരുടെ ഇടയിൽ നാം എല്ലാവരും. പ്രിയ ദൈവമക്കളെ, നമ്മൾ പെന്റക്കോസ്റ്റിൽ ജനിച്ചത് കൊണ്ട് ജീവനുള്ളവരാകുന്നില്ല, ഒരിക്കലുമില്ല. സൺഡേ സ്കൂളിന് ഫസ്റ്റ് വാങ്ങിച്ചത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ജീവനുള്ളവരാകുന്നില്ല. ഇല്ല. അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2:1 ഞാൻ പറഞ്ഞില്ലേ, 2:1 വായിച്ചപ്പോ ഞാൻ ഓർത്തു, അപ്പൊ പാരമ്പര്യത്തിന് ഒരല്പം കാര്യം കാണും. അതുകൊണ്ടല്ലേ പൗലോസ് നിങ്ങള് മരിച്ചവർ. പക്ഷെ 3-ൽ പറയുക നാം എല്ലാവരും. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ എന്താ? 5-ാമത്തെ മരിച്ചവരായിരുന്ന, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളെന്നാണോ?
നമ്മെ പ്രിയ ദൈവമക്കളെ, ഈ പെന്തക്കോസ്റ്റിൽ ജനിക്കുന്നത് ഒരു വശത്ത് ഗുണവും ഒരു വശത്ത് വലിയ ദോഷമാണ്. എന്താ ദോഷം ചോദിച്ചാൽ ഈ മരിച്ചവരായിരുന്നെന്ന് തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസമാണ് പെന്തക്കോസ്റ്റിൽ ജനിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ. എന്താ ചോദിച്ചാൽ, ഇപ്പം ഞാൻ എന്നെ തന്നെ ഓർക്കുക. 6-ാമത്തെ വയസ്സ് മുതൽ പാസ്റ്റർ അപ്പച്ചനെ അനുകരിച്ചു. അന്ന് ഞങ്ങളുടെ പാസ്റ്ററിന് ഈ മിക്സഡ് സോൾട്ട് ആൻഡ് പെപ്പറാ, അല്പം നരയുണ്ട്. ഞാൻ അതുകൊണ്ട് 7-ാമത്തെ വയസ്സിൽ വീട്ടിൽ വന്ന് തലയിൽ പൗഡർ ഇട്ട്, വെള്ള കുപ്പായം തയ്പ്പിച്ച് തലയിൽ പൗഡർ ഇട്ട് കറുപ്പും വെളുപ്പും ആക്കാൻ, ഇങ്ങനെ 7-ാമത്തെ വയസ്സ് മുതൽ പാസ്റ്ററാകാൻ ആഗ്രഹം ഉണ്ടായിരുന്ന, പാസ്റ്ററെ അനുകരിച്ച് നടന്ന എന്നോട് നിങ്ങൾ വന്ന് പറയാ നീ മരിച്ചവനാന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് തെറ്റിപ്പോയി, ദൂത് തെറ്റിപ്പോയി. നമ്മള് ജീവനുള്ള അല്ലേ, പിന്നെ ആർക്കാ ജീവനുള്ളത്? പക്ഷെ കോളേജിലും, കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ പഠിച്ചപ്പോഴും കോഴഞ്ചേരി സ്കൂളിലൊക്കെ പഠിച്ചപ്പം മനസ്സിലായി, ഇന്ന് പുറമോട്ട് തിരിഞ്ഞപ്പോ ശരിക്കും മനസ്സിലായി, അയ്യോ ഞാനും മറ്റുള്ളവരും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം. വ്യത്യാസം എന്ന് പറഞ്ഞത് വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു. പക്ഷേ പലപ്പോഴും മാസ്ക് ഇല്ലാതല്ലേ നടന്നത്. പലപ്പോഴും ലൈഫ് സ്റ്റൈൽ, ലോകവും എന്നെയും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്തൊരു സ്ഥിതി. ഞാൻ ഇന്ന് ഓർക്കുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എങ്ങനെയോ ഈ സ്റ്റുഡന്റ് പൊളിറ്റിക്സ് എന്റെ തലയിൽ കയറി പിടിച്ചു. 15 വയസ്സുള്ളപ്പോൾ പാസ്റ്റർ മകനായിരുന്ന എന്റെ സ്റ്റുഡന്റ് പൊളിറ്റിക്സ്, പാർട്ടി ഒന്നും ഇപ്പൊ പറയുന്നില്ല, അങ്ങ് ഭയങ്കര ആകർഷിതനായി. ബസിന്റെ മുമ്പിൽ റോഡിൽ കുത്തിയിരിക്കാനും കൊടി പിടിച്ചോണ്ട് ഫ്രണ്ടിപ്പാനും. ചുമ്മാതല്ല. 2010 കോഴഞ്ചേരി സെന്റ് തോമസ് സ്കൂളിന്റെ ചെയർമാനുമായി ഞാൻ. എന്നെ എല്ലാവരോടും എടുത്ത് ഇംഗുലാവും വിളിച്ച് വലിയ പ്രശ്നമായി. അപ്പോ ഞാനൊരു ദിവസം കൊടിയൊക്കെ പിടിച്ച് സമരം നടത്താൻ വേണ്ടി, ഇങ്ങനെ ബസ് കൺസെഷൻ കൊടുക്കാതിരുന്നത് കൊണ്ട് സമരം നടത്താൻ വേണ്ടി മെമ്മോറാൻഡം എഴുതി പ്രിൻസിപ്പാളിന്റെ ആയി കൊടുക്കാൻ വേണ്ടിയൊക്കെ. അപ്പോഴും ഞാനാരാന്നറിയാമോ? പെന്തക്കോസ്തുകാരനാ. ഞാനാരാന്ന് ചോദിച്ചാൽ, ഞായറാഴ്ച ദിവസം തീ കത്തിക്കായ ഞാനും. ഞാൻ സ്നാനപ്പെട്ട ആളുവാ. ഈ പറഞ്ഞ അന്യഭാഷ ഞാനും പറയുന്നുണ്ട്. ഒരു സഭയ്ക്കകത്ത് ഞാൻ നല്ലതാ. പക്ഷേ ആരെങ്കിലും എന്നോട് കോഴഞ്ചേരി വെച്ച് എന്നെ കണ്ട, എടാ നീ പെന്തക്കോസ്തുകാരനാണോ? ഞാൻ പെന്തക്കോസ്തുകാരനാ. ഞാൻ അപ്പോഴും ചോദിക്കും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ തിരിച്ചറിവില്ല, മാസ്ക് ഇല്ലാതെ അങ്ങ് നടക്കുക. എന്നെ ഈ യഥാർത്ഥ പാതയിലേക്ക് നയിച്ചത് ഒരു സംഭവമാണ് വാസ്തവത്തിൽ. ഒരു ദിവസം ഈ കൊടി പിടിച്ചോണ്ട് നടന്നപ്പോ ഞങ്ങളുടെ ചർച്ചിലെ ഒരാള് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നടന്നു പോവുക. ഇദ്ദേഹം എന്നെ കണ്ടില്ല, പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ കണ്ടു. എന്റെ മനസ്സിൽ പെട്ടെന്നൊരു വല്ലാത്തൊരു അനുഭവം. ഞാൻ എന്റെ കയ്യിലിരുന്ന കൊടി വേറൊരാളെ കൊടുത്തു. ഞാൻ പുറമോട്ടങ്ങ് മാറി. അന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് ചിന്തിച്ചു, ഞാനൊരു ഡബിൾ ലൈഫാണല്ലോ ഈ ചെയ്യുന്നത്. കൂട്ടുകാരുടെ മുമ്പിൽ എനിക്ക് മിടുക്കനാണ്, അവിടത്തെ ഭയങ്കര ആളാകണം. ചർച്ചിൽ വരുമ്പോ 12 വർഷം ഞാൻ ഡ്രം അടിച്ചു. ഞാന് ഈ തമ്പേർ അടിക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾ. എന്റെ ഓർത്തഡോക്സിലെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ പോലെ, എടാ പെന്തിക്കോസിലെ വർക്ക് വല്ലതും ഉണ്ടേ പറയണം, കാരണം കുറച്ച് എളുപ്പമാണ്, നമുക്ക് 7:20 അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ ഇവിടെ അങ്ങ് നിർത്തിക്കോളാം, കൂട്ടണമെങ്കിൽ കൂട്ടിക്കോളാം. ഇതുപോലെ ഈ തമ്പേറിൽ എന്തോ കാണിക്കണമെന്നുള്ളത് കൊച്ചിലെ മുതലേ എനിക്കറിയാം. 10ാമത്തെ വയസ്സ് മുതൽ ഒരു 22ാം വയസ്സ് വരെ ഞാൻ അടിച്ചു, നല്ല രീതിയിൽ അടിച്ചു തമ്പേർ. പക്ഷെ ഇത് ഒരുമിച്ച് പോകുന്നില്ലല്ലോ. അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവ്. ഇന്ന് രാത്രിയിൽ എന്റെ പ്രാർത്ഥന ഇതാ. ഇന്ന് രാത്രിയിൽ എന്റെ പ്രാർത്ഥന, പെന്തിക്കോസ്തിലുള്ള എല്ലാവരും അഴിക്ക, അത് പറഞ്ഞിട്ട് പോവാന്നുള്ളതല്ല. എനിക്ക് പറയാൻ ആഗ്രഹം, ഡബിൾ ലൈഫ് ആണോ നമ്മൾ ചെയ്യുന്നത്? ഈ ഫോക്കസ് മുഴുവൻ എന്റെ മേലാണോ അതോ ദൈവത്തിന്റെ മേലാണോ? ഡബിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് സൂം മീറ്റിംഗിലും വന്നിട്ടുണ്ട്. പക്ഷെ ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞിട്ട് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നത്, അവിടെ കാര്യം. ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇനി എത്ര മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്? 11 മണിയാകുമ്പോ ഹെഡ്ഫോൺ വെക്കാറുണ്ടോ? പപ്പായും മമ്മിയും അടുത്തോട്ട് വരുമ്പോ
നീ മാത്രം മതി, യേശു മാത്രം മതി. 2 മിനിറ്റ് കഴിഞ്ഞ് പോയി പറഞ്ഞു, ബാക്കി പറഞ്ഞു. ആരോടാന്നറിയോ? ഗേൾഫ്രണ്ടാണ്. പപ്പായും മമ്മിയും വന്നപ്പോ അവരോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ മാത്രം മതി. മമ്മി ചായ വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പം ബാക്കി പറഞ്ഞു. ഏത് കാറ്റഗറി വരുമെന്നറിയോ? മരിച്ചവൻ എന്ന് പറഞ്ഞാൽ ലോകമാണ് ഈ നിയന്ത്രിക്കുന്നത്. എല്ലാവർക്കും ഗേൾഫ്രണ്ട് ഉണ്ട്, എനിക്കും ഒരല്പം സുഖവും അല്പം ഒരു പ്ലഷറൊക്കെ വേണ്ടേ? അത് തന്നെ ആ വാക്ക ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ജഡത്തിന്റെ അഭിലാഷങ്ങൾ, മനസ്സിന് അടിമ. എന്റെ ചിന്തക്കെല്ലാം ഞാൻ അടിമയായി ജീവിക്കുന്നു. ഒരു തിരിച്ചറിവില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ടോപ്പിക്. അതിന്റെ അസൽ അർത്ഥം എന്താണെന്നറിയോ? ഒരു മതത്തിന്റെ ഭാഗമായതുകൊണ്ട് ഈ ജനനം നടക്കത്തില്ല. അതാ പൗലോസ്, യഹൂദനായ പൗലോസ് പറയുന്നത് 3-ാം വാക്യത്തിൽ, നമ്മളെല്ലാരും ഇങ്ങനായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പൗലോസ് പറയാ, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ പരിച്ഛേദനയുള്ളവനാ, ഇതെല്ലാം വെളിയിലായിരുന്നു. പക്ഷെ പൗലോസ് പറയാ, ഇന്ന് എനിക്കറിയാം നാം എല്ലാവരും മരിച്ചവരായിരുന്നു. ഈ ലോകത്തെ അനുസരിച്ച് നടന്നവരാ. ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവും ഇതെല്ലാം നമ്മളെ നിയന്ത്രിച്ച്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ 5-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ വാക്യത്തിൽ തുടങ്ങുക. നോക്കിയേ, ശ്രദ്ധിച്ചേ. സമയം ഇനി അധികം ഇല്ല, പക്ഷെ ശ്രദ്ധിക്കണം. 2:4 ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ് ലവ്. ഒരു വലിയ കോൺട്രാസ്റ്റ് അവിടെ 4-ാമത്തെ വാക്യത്തിൽ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. എന്താ വീണ്ടും ജനനം എന്നറിയാം? വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി മരിച്ചു കിടന്ന ആളുണ്ടല്ലോ, സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു, എല്ലാം പുറമേ ചെയ്തു. പക്ഷെ ലോകത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ലോകത്തിന്റെയും ജഡത്തിന്റെയും മനോവികാരങ്ങളുടെയും എല്ലാം അടിമയായി ജീവിച്ച എന്റെ അകത്ത് ദൈവത്തിന്റെ മഹാസ്നേഹം നിമിത്തം, ഞാൻ മുമ്പേ ഓർപ്പിച്ചില്ലേ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ദിവസം, അന്ന് ഞാൻ വൈകിട്ട് വന്നിരുന്ന് ചിന്തിച്ച ആ ഡബിൾ ലൈഫിനെ കുറിച്ച്. നോ, ഐ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. എനിക്കിത് രണ്ടുകൂടെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. എനിക്ക് ആ ദൈവത്തിന്റെ ജീവൻ വേണം. അന്ന് ഞാൻ താത്തുവെച്ചാണ് ആ കൊടി, ആ കാര്യങ്ങൾ, ആ ഒരു ജീവിത ശൈലി. പിന്നെ ആ വഴിക്കോട്ട് തിരിഞ്ഞു നോക്കുവാൻ അല്ലെ, ഞാൻ എപ്പോഴും ചിന്തിക്കും, അരൂരോ കോഴഞ്ചേരിയിലോ ഇന്ന് രാത്രിയിൽ ഒരു മാസ്കും വെച്ച് ഒരു കലിങ്ങിന്റെ പുറത്തിരിക്കേണ്ട എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ദൈവവചനവുമായി ഇരുത്തിയത് ഈ 4-ാം വാക്യമാണ്. സ്നേഹം നിമിത്തം. ഞാൻ ഇന്ന് പൊസസ് ചെയ്യുന്ന ഒന്നുമല്ല, എന്റെ ഉള്ളിൽ ഒരു സംഭവം നടന്നു. എന്താ നടന്നതെന്ന് ചോദിച്ചാൽ ജീവൻ വന്നു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോ നമ്മൾ സാറിന് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ, വാഗുകൊണ്ട് ഏറ്റുപറഞ്ഞ് നീ രക്ഷിക്കപ്പെടും. ആ യേശുവിൽ ചെയ്തത് നടന്നത് നമുക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വീണ്ടും ജനനം എന്ന് പറയുന്നത് അങ്ങനെ മാറി നിന്ന് വിശ്വസിക്കുന്ന മാത്രമല്ല. ഇവിടെ നോക്കിയേ, ആ 4-ാമത്തെ വാക്യം, മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. യേശുവിൽ വിശ്വസിച്ചോ എന്നുള്ളതല്ല, നമ്മളെ യേശുവിനോട് കൂടെ ഉയർപ്പിച്ചത്. 3 വാക്കുകൾ 2-ാം അധ്യായം 5-6 വാക്യത്തിലുണ്ട്. എന്താണെന്നറിയാമോ? മെയ്ഡ് us alive. നമ്മളെ അവനോടുകൂടെ ജീവിപ്പിച്ചു, എന്നിട്ട് അവനോടുകൂടെ ഉയർപ്പിച്ചു, എന്നിട്ട് അവനോടുകൂടെ ഇരുത്തിയിരിക്കുന്നു. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ കമ്മിങ് ഇൻ ടു എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, കമ്മിങ് ഇൻ ടു എ ലവ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. അതാ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. 2-4-5 വാക്യങ്ങളിൽ ഉള്ള ആ we are raised with, we are seated with, we are made us alive with. ആ വാക്കുകൾ കണ്ടോ? എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് കൂടെ എന്നെ ഉയർപ്പിച്ചു, യേശുവിന്റെ ജീവൻ ഇപ്പൊ എന്നിലായി, അവനോട് കൂടെ എന്നെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവന്റെ ചിന്തയാണ് എന്റെ ചിന്ത. അവനോട് കൂടെ ഉയർപ്പിച്ചു, അവനോട് കൂടെ ഇരുത്തി. കുറച്ചുകൂടെ ഞാൻ തുറന്നു പറഞ്ഞാൽ
ഇവിടെ എന്താ വീണ്ടും ജനനത്തിന്റെ അസലായ അർത്ഥം എന്താണെന്നറിയാം? ഒരു ലൊക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്വകാര്യ ലൊക്കേഷൻ. അവിടെ ലോകവും ജഡവും എന്റെ തന്നെ മനസ്സും എല്ലാം നിയന്ത്രിക്കുന്ന എന്റെ ഒരു ജീവിതശൈലി. അവിടെ നിന്നും വീണ്ടും ജനനത്തിൽ എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നറിയാം? 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ചാപ്റ്റർ 1 വേഴ്സ് 1. എല്ലാരും നോക്കിയേ. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധരും ക്രിസ്തു യേശുവിൽ, ആ പദം കണ്ടോ? ഈ ലോകത്തിൽ ജീവിച്ചവരെ ഇപ്പൊ എവിടെ കൊണ്ടുവന്നറിയാം? യേശു ക്രിസ്തുവിൽ. ഇപ്പൊ പുതിയ ലൊക്കേഷനായി. ഇപ്പൊ ഈ പുതിയ ലൊക്കേഷനിൽ ഞാൻ ആരെ നോക്കിയാ വോക്ക് ചെയ്യുന്നതെന്നറിയാം? യേശു. ഞാൻ ആരെയാ ഫോളോ ചെയ്യുന്നതെന്നറിയാം? യേശു. എന്നെ നിയന്ത്രിക്കുന്ന ഘടകം ഏതായി മാറിയെന്നറിയാമോ? യേശു. നേരത്തെ എന്തായിരുന്നു? ലോകം. നേരത്തെ എന്തായിരുന്നു? ഈ ലോകത്തിലെ സമ്പ്രദായങ്ങൾ. ആ ഡാർക്ക്നെസ്സിൽ നിന്നും വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ യേശു എന്ന ലൊക്കേഷനിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഇതെങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ, യേശു ഭയങ്കര ഒരു ഭക്തനോട് ഒരിക്കൽ ഇത് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലുണ്ട്. ഒരു നിമിഷം അങ്ങോട്ടൊന്ന് തിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക്. ആ മനുഷ്യൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. പൗലോസിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിന്റെ മതത്തിൽ ഭയങ്കരമായി ജീവിച്ച ആളാണ് പുള്ളി. അദ്ദേഹത്തിന്റെ പേരാണ് നിക്കോദിമസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചർച്ചസിന്റെ ഒരു ലെവലിൽ പറഞ്ഞാൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് അദ്ദേഹം. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യു ആർ ഇസ്രായേൽസ് ടീച്ചർ. ഇസ്രായേലിന്റെ വലിയ പണ്ഡിതൻ, പഠിപ്പിക്കുന്ന ആളാ നീ. യേശുവിന്റെ അടുക്കമെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ യേശുവിനെ കുറിച്ച് ചിലപ്പോ പറയുന്ന പോലെ, അയ്യോ എനിക്ക് ഭയങ്കര ഒരു ദൈവസാന്നിധ്യം അങ്ങോട്ട് ചെന്നിരിക്കുമ്പോ ഇതുപോലെ പറയുകയാണ്. യേശുവിനോട് പറയുക, റബി, വി നോ ദാറ്റ് യു ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗോഡ്. പിതാവ് അയച്ചിട്ട് വന്ന ഒരാളെന്നൊക്കെ. പക്ഷെ യേശു എന്താ പറഞ്ഞെന്നറിയാം? 3-ാമത്തെ വാക്യത്തിൽ ജീസസ് റിപ്ലൈഡ്, വെരി ട്രൂലി ഐ ടെൽ യു, നോ വൺ ക്യാൻ സീ ദ കിങ്ഡം ഓഫ് ഗോഡ് അൺലെസ് ദേ ആർ ബോൺ അഗെയിൻ. എന്താ അതിന്റെ അർത്ഥം എന്നുള്ളത് 5-ാമത്തെ വാക്യത്തിലുണ്ട്. ഈ വീണ്ടും ജനനം എങ്ങനെയാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ വെള്ളത്താലും ആത്മാവിനാലും എന്ന് എഴുതിയിട്ടുണ്ട്. വെള്ളം എന്ന് പറയുന്നത് അവിടെ സ്നാനം അല്ല. വീണ്ടും ജനനം നടക്കുന്നത് സ്നാന വെള്ളത്തിലല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളം ദൈവവചനത്താൽ, ആത്മാവിനാൽ. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു അനുഭവം ഒരു ദിവസം ഓർത്തെടുക്കാൻ ഒക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റിൽ ജനിച്ചു, അതിനകത്ത് വളർന്നു, പക്ഷെ ഓൺ എ പർട്ടിക്കുലർ ഡേ വചനവും ആത്മാവും ഉള്ളിൽ വ്യാപരിച്ചു. അപ്പൊ എന്തോ മനസ്സിലായെന്നറിയാമോ? ഞാനൊരു മരിച്ചവനാണ്. ദൈവത്തിന്റെ ജീവൻ ഇല്ല. ഞാൻ ഒത്തിരി വെളി ചെയ്യുന്നുണ്ട്. വെളി സ്നാനപ്പെട്ടു, വെളിയിൽ അന്യഭാഷയും പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ലോകമാണ് എൻ്റെ എല്ലാം. ഈ ലോകത്ത് ജീവിക്കുന്നു, ഈ ലോകക്കാരെ പോലെ സംസാരിക്കുന്നു. ഏറ്റവും റീസെന്റ് ആയി റിലീസ് ചെയ്ത മൂവിയുടെ പേര് ചോദിച്ചാൽ എനിക്കറിയാം. കൂട്ടുകാരെ എല്ലാം ഗൈഡ് ചെയ്യുന്നത് തന്നെ ഞാനാണ്. ഈ എന്റെ കൂട്ടുകാർക്ക് ട്രെൻഡ് കൊടുക്കുന്നത് ഞാനാണ്. ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം. ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതം എങ്ങനെ അളക്കാം എന്ന് ചോദിച്ചാൽ ആ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ ഈ മരിച്ച സ്റ്റേറ്റിൽ നിന്ന്, ഈ ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ എന്നെ ഉയർപ്പിച്ചു, എന്നെ ജീവിപ്പിച്ചു. അതാ 1:3 പറഞ്ഞത്. ഈ ആത്മീക കാര്യം ഓർത്ത ഓരോ പ്രാവശ്യവും ദൈവസന്നിധി വരുമ്പോ കൈ ഉയർത്തി സ്തോത്രം ചെയ്തു. എന്നെ അവൻ വീണ്ടും ജനനത്തിലൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായി രക്ഷിക്കാൻ ഒക്കത്തില്ല. ഒരു പാസ്റ്റർക്ക് തലേ കൈവച്ച് കുലിക്കാൻ രക്ഷിക്കാൻ ഒക്കത്തില്ല. ഒരു തിരിച്ചറിവിലൂടെ വെള്ളം ദൈവവചനത്താലും ആത്മാവിനാലും എന്റെ ഉള്ളിൽ മരിച്ചു കിടന്ന, ദൈവത്തിന്റെ ജീവൻ ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വലിയ ജീവൻ അവനോടുകൂടെ ഇരുത്തുന്ന അവസ്ഥ. ഇവിടെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. 2:4 ലവ്, because of his great love.
അതേ വാക്യത്തിൽ റിച്ച് ഇൻ മേഴ്സി എന്ന് പറയുന്നു. പിന്നെ താഴോട്ടുള്ള വാക്യത്തിൽ ഗ്രേസ്, 5-ാമത്തെ വാക്യത്തിൽ ഗ്രേസ് എന്ന് പറയുന്നു. പിന്നെ താഴോട്ടുള്ള വാക്യം വരുമ്പോ കൈൻഡ്നസ് എന്ന് പറയുന്നു. 4 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുക. ഈ വീണ്ടും ജനനത്തിലേക്ക് നമ്മളെ നയിച്ചത് പൂർണ്ണമായും ദൈവമാണെന്ന് കാണിക്കാൻ വേണ്ടി. ദൈവസ്നേഹം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മനസ്സലിവ്, ഇത്രയും കാര്യങ്ങൾ ഈ മരിച്ചു കിടന്ന എന്റെ മേലോട്ട് വ്യാപരിച്ചപ്പോ ഞാൻ ഈ ലോകത്തിന്റെ ലൊക്കേഷനിൽ നിന്നും യേശുവിന്റെ ലൊക്കേഷനിലേക്ക് ആയിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ഞാന് ഈ ബില്ലി ഗ്രഹാമിന്റെ മകളുടെ ഒരു ബില്ലി ഗ്രഹാമിന്റെ ഫ്യൂണറൽ മകൾ രൂത്ത് ഗ്രഹാം പറഞ്ഞ ഒരു സംഭവം എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ആ ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടി. രൂത്ത് ഗ്രഹാം 21 വർഷം വിവാഹ ജീവിതത്തിന് ശേഷം വിവാഹ ജീവിതം വേർപിരിഞ്ഞു, ഡിവോഴ്സ് ചെയ്ത് സിസ്റ്ററിന്റെ അടുക്കൽ ജീവിക്കാൻ പോയി. വേഗത്തിൽ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. ആ സിസ്റ്ററിന്റെ അടുക്ക പോയി അവിടുത്തെ ഒരു ചർച്ച് പാസ്റ്റർ കാണിച്ചു കൊടുത്ത ഒരു വിഡോവറിനെ വിവാഹം കഴിക്കാൻ വേണ്ടി. അപ്പൊ ബില്ലി ഗ്രഹാം വിളിച്ചു മമ്മി രൂത്ത് ഗ്രഹാം, മമ്മിയുടെ പേരും രൂത്ത, 2 പേരും വിളിച്ചു, രൂത്ത് സ്ലോ ഡൗൺ, അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് ഇപ്പൊ പോവരുത്. പക്ഷേ മകൾ രൂത്ത് പറയുന്നത് ഐ ആക്ടഡ് സ്റ്റബേൺലി, വിൽഫുള്ളി, സിൻഫുള്ളി. വേഗത്തിൽ കല്യാണം കഴിച്ചു അടുത്ത വ്യക്തി. ഓർത്തോണം, ഇത് കൊച്ചാളല്ല. ബില്ലി ഗ്രഹാമിന്റെ മകൾ എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സുവിശേഷകന്റെ മകളുടെ അനുഭവം പറയുമ്പോ ഈ രൂത്ത് ഗ്രഹാം പറയുക, 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് മനസ്സിലായി ഞാനൊരു തെറ്റായ തീരുമാനമാണ് ചെയ്തത്. 5 ആഴ്ച കഴിഞ്ഞപ്പോ ആ വിവാഹബന്ധവും വേർപെടുത്തി. രൂത്ത് ഗ്രഹാം അന്ന് ആ ഫ്യൂണറലിന് പറഞ്ഞ വാക്കുകൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇത്രയും ഷെയിം ഞാൻ എൻ്റെ അപ്പന് കൊണ്ടുവന്നു. സാധാരണ ഒരു അപ്പനാണെ പോട്ട്, ലോകം മുഴുവൻ യേശുവിനെ ഉയർത്തുന്ന ബില്ലി ഗ്രഹാമിന്റെ മകൾ ഡിവോഴ്സ് ചെയ്തു, 2ാമത് കല്യാണം കഴിച്ചു, പിന്നെയും ഡിവോഴ്സ് ചെയ്തു. എന്തോ ഒരു ഷെയിം എൻ്റെ അപ്പന് ഞാൻ ഉണ്ടാക്കി. പക്ഷെ വിളിച്ചു, അപ്പനെ അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡ് ആൻഡ് മോം, ഐ വോണ്ട് ടു കം ഹോം. ബില്ലി ഗ്രഹാം പറഞ്ഞു, ബാ, തിരിച്ചു വീട്ടിൽ വാ. ഇങ്ങനെയാ രൂത്ത് ഗ്രഹാം പറഞ്ഞത്. അന്ന് ബില്ലി ഗ്രഹാം താമസിച്ചുകൊണ്ടിരുന്ന ഒരു മൗണ്ടന്റെ മേളില ഒരു ഡ്രൈവ് വേ ഉണ്ട് അവിടേക്ക്. ആ ഡ്രൈവ് വേയിലൂടെ വാഹനം അങ്ങോട്ട് മേളിലോട്ട് ചെന്നപ്പോ ഈ രൂത്ത് ഗ്രഹാം പറഞ്ഞു, ഐ കുഡ് സീ മൈ ഡാഡ് സ്റ്റാൻഡിങ് ദേർ. വീടിന്റെ വെളിയിൽ നിൽപ്പുണ്ട് അപ്പൻ. രൂത്ത് ഗ്രഹാമിന് അപ്പന്റെ നിഴൽ കണ്ടപ്പോൾ തന്നെ കരച്ചിൽ. ഇത്ര വലിയൊരു മാനക്കേട്. രൂത്ത് ഗ്രഹാം കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ ബില്ലി ഗ്രഹാം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കം ഹോം. രൂത്ത് ഗ്രഹാം പറഞ്ഞു, there was no shame on that face, there was no mockery on that face, there was no questions in his mouth, he just said come home. എന്നിട്ട് രൂത്ത് ഗ്രഹാം പറഞ്ഞൊരു വാക്കാണ്, my dad is not God, but that day I realized how God looks like. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുമേ, എന്റെ സഹോദരന്മാരെ, എന്റെ സഹോദരിമാരെ, രഹസ്യ ജീവിതം, ആരും അറിയാത്ത സ്വകാര്യ ലൊക്കേഷൻ, ആർക്കും തുറക്കാനൊക്കാത്ത മൊബൈൽ പാസ്വേഡുകൾ, ഇതെല്ലാമായിട്ടിരിക്കുമ്പോ ഇന്ന് രാത്രിയിൽ ഇതെല്ലാം കൂടെ പറഞ്ഞ് പിന്നെയും അന്ധകാരത്തിൽ പോകാനല്ല, ഒരു സാധ്യതയുണ്ട്. എന്താ സാധ്യതയെന്ന് ചോദിച്ചാൽ, ആ വെളിച്ചത്തിൽ വരുന്ന അത്ഭുതം ഇന്ന് രാത്രിയിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ദൈവസ്നേഹത്തിന് പരിമിതികളില്ലാത്തത് കൊണ്ട്, ദൈവകൃപയ്ക്ക് അളവുകളില്ലാത്തത് കൊണ്ട് ഞാൻ ആ വ്യക്തിയാ. എനിക്ക് ആ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ, യേശുവേ, ഈ ഷർട്ട് ഞാൻ ഇട്ടാൽ ദൈവനാമത്തിന് മഹത്വം വരുമോ അതോ ദൈവനാമത്തിന് അപമാനമായി തീരുമോ? എന്റെ വാഹനത്തിൽ ഈ മോഡിഫിക്കേഷൻ ഞാൻ ചെയ്താൽ യേശുവിന്റെ നാമത്തിന് ഇത് അപമാനമാകുമോ, യേശുവിന്റെ നാമത്തിന് ഇത് പുകഴ്ചയാകുമോ? ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്നാൽ ഇത് യേശുവിന് അപമാനമാകുമോ, യേശുവിന് പുകഴ്ച? ഈ ഒരു ചിന്ത ഓരോ നിമിഷവും
ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്താണെന്നറിയോ, വീണ്ടും ജനനം നടന്നു. He is alive towards God. He is able to respond towards God. ഈ ലോകം ഡിമ്മായി വരികയും യേശുവിന്റെ സ്വപ്നങ്ങൾ ആ വ്യക്തിയിൽ വലുതാകുകയും യേശുവിന് വേണ്ടി അങ്ങ് ജീവിക്കാൻ. ഞാൻ ഒരിക്കലും ഒരു യൂത്ത് മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾക്കെല്ലാം വലിയ ഡ്രീമും അംബീഷൻസും ഒക്കെ ഉള്ളവരായിരിക്കാം, പക്ഷേ യേശുവിനോട് നിങ്ങൾ എലൈവ് ആകുമ്പോ എന്തോ സംഭവിക്കുമെന്നറിയോ? നിങ്ങളിൽ ചിലർ ചിലപ്പോൾ തീരുമാനം എടുക്കും, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് യേശുവിന് വേണ്ടി വേല ചെയ്യണം. പെട്ടെന്ന് കരിയറും അംബീഷനും എല്ലാം അങ്ങ് മാറിപ്പോകും. മുമ്പിൽ യേശു പച്ച മാത്രം, സുവിശേഷ വേല മാത്രം. ഇങ്ങനെ ക്യാമ്പിന് 3-4 പേര് തീരുമാനം എടുത്തു, പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യണം. തിരിച്ചു വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഈ കോഴ്സ് ഇപ്പൊ പഠിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബൈബിൾ കോളേജിൽ പോകാൻ പോവാ. മാതാപിതാക്കള് ഈ ഇതിന്റെ ക്യാമ്പിന്റെ സംഘാടകരെ വിളിച്ച് എന്താ പറഞ്ഞെന്നറിയാം? ഇതിനല്ല ഞങ്ങളുടെ പിള്ളേരെ വിട്ടേന്ന്. ഞങ്ങളുടെ പിള്ളേരെ വിട്ടൊന്ന് നന്നായി കാണാനാ, മൊബൈൽ ഉപയോഗം ഒന്ന് കുറയ്ക്കാനാ, അവന്റെ വസ്ത്രധാരണമൊക്കെ ഒന്ന് ശരിയാകാനാ, സുവിശേഷ വേല ചെയ്യാനൊന്നും അല്ല ഞങ്ങളുടെ പിള്ളേരെ വഴിതെറ്റിക്കില്ലെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞെന്നറിയാം? വലിയ പ്രാർത്ഥനക്കാരാ പറഞ്ഞത്. അങ്ങനെ ഒരു അനുഭവം വരാതെ ഇന്ന് രാത്രിയിൽ എനിക്കുണ്ടായ അത്ഭുതം, ഇവിടെ പൗലോസ് പറയുന്നത് എല്ലാവർക്കും, പൗലോസ് ഉൾപ്പെടെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ച പൗലോസിന് തിരിച്ചറിവുണ്ടായി, ഞാനും മരിച്ചവനാ, ഐ ആം നോട്ട് അലൈവ്. പക്ഷേ ദൈവസ്നേഹത്തിൽ, ദൈവകൃപയിൽ ഉയർത്തപ്പെടുമ്പോ ഞാൻ വേഗത്തിൽ 2 കാര്യം കൂടെ കാണിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോയി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. ഈ വലിയ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം? നമുക്ക് സ്വർഗത്തിൽ പോവാം. പലരും സ്നാനപ്പെടുന്നതും സ്വർഗത്തിൽ പോകണം. നരകത്തിൽ പുഴുണ്ട്, നരകത്തിൽ പുഴു മെത്തയുണ്ട്, ഇപ്പൊ 666 വന്നു, അത് വന്നു, എങ്ങനെയാലും ദൈവസന്നിധിയിലേക്ക് അങ്ങ് പോണം. 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നതെന്നറിയാം? എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഈ മരിച്ചവരെ എല്ലാം കൂടെ ദൈവസ്നേഹത്തിൽ ഉയർപ്പിച്ച് എലൈവ് ആക്കുന്നത്? 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന്, 6-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മളിൽ മരിച്ചവരിൽ ജീവൻ വരുമ്പോ അവിടെ എന്താ നടക്കുന്നതെന്നറിയാം? ദൈവത്തിന്റെ ഷോക്കേസിലേക്ക് നമ്മൾ കയറുക. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവർ നമ്മളെ നോക്കി പറയാൻ പോവാ, എന്തോ ഒരു ഭയങ്കര വ്യത്യാസം ഉണ്ടടാ നിന്നിൽ ഇപ്പൊ. ജോയെ, എന്തോ പറ്റി നിനക്ക്? നേരത്തെ നാവിന് ഒരു കൺട്രോളും ഇല്ലായിരുന്നു, ഇപ്പൊ നീ എന്താ അധികം സംസാരിക്കാത്തത്? മാതാപിതാക്കൾ ചിലപ്പോ മുറിയിലോട്ട് വന്ന് പറയാം, അവര് തമ്മി പറയും, എന്തോ പറ്റി നമ്മുടെ മോനിപ്പോ എന്തോ പറ്റി, അവൻ മൊബൈൽ അധികം ഉപയോഗിക്കുന്നില്ല, അവൻ രാവിലെ ഫോൺ എടുത്തിട്ട് വൈകിട്ട് ഏതെങ്കിലും ഒരു സമയത്താ നോക്കുന്നത്, പുള്ളി ഇപ്പം 10 മണിക്ക് കിടന്ന് ഉറങ്ങുക. അപ്പം ഭർത്താവ് ഭാര്യയോട് ഇവനെന്തോ പറ്റിയടി, അല്ലെ മോള് നേരത്തെ ഭയങ്കര ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഈ ലോകത്തിലെങ്ങും ഇല്ലാത്തത് കൊച്ചിന്നേ വാങ്ങിക്കത്തുള്ളൂ, അത് ഏറ്റവും പുതിയ ഫാഷനെ വാങ്ങിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പം പപ്പായും മമ്മിയോടും വന്ന് പറയാ, പപ്പ മമ്മി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് മതി എനിക്ക്. പപ്പായും മമ്മി അങ്ങോട്ട് എന്തോ പറ്റിയടി, ഇത് എന്തോ പറ്റിയെന്നറിയാം? അവിടെ നടന്ന ഒരു അത്ഭുതമാ. ദൈവത്തിന്റെ കൃപയെ കാണിക്കുക ദൈവം മാതാപിതാക്കളുടെ മുമ്പിൽ കാണിക്കുക. കണ്ടോ, നിന്റെ മകളെ മാറ്റാൻ ഒരാൾക്കും കഴിഞ്ഞില്ലല്ലോ, ഇതാ എന്റെ കൃപ. നിന്റെ മകനെ മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ലല്ലോ, ഇതാ എന്റെ കൃപ. ദൈവം കാണിക്കുക. ഇതിനാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് ആത്യന്തികമായി. സ്വർഗത്തിൽ പോകുന്നൊക്കെ പിന്നെ, ഈ ലോകത്തിൽ നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ഒരു പദ്ധതിയുണ്ട്. എന്താ ചോദിച്ചാൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ, നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങളുടെ ക്ലാസ് റൂമിൽ യു ആർ ഗോഡ്സ് ഷോക്കേസ്. ദൈവത്തിന്റെ ഷോക്കേസിലെ യു ആർ ആൻ ഒബ്ജക്ട് ഇൻ ഗോഡ്സ് ഷോക്കേസ്. കുറച്ചുകൂടെ പറഞ്ഞാൽ ആ വാക്ക് എന്താ കറക്റ്റ് വാക്കെന്ന് ചോദിച്ചാൽ 2:10 എഴുതിയിട്ടുണ്ട്, നാം അവന്റെ കൈപ്പണിയാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. ഗോഡ് ഇസ് ഡിസ്പ്ലേയിങ് യു ടു ദ വേൾഡ്. വാസ്തവത്തിൽ ദൈവമക്കളെ, ഞാനിത് കേവലം 2:1 മുതൽ 10 വരെ ഒരു അറിവായി മാത്രമല്ല പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ
അനുഭവിച്ചൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഞാൻ ഒരിക്കൽ ദൈവവചനം സംസാരിച്ച് ഒരിടത്തുനിന്ന് വന്നപ്പോ എന്റെ കൂടെ പഠിച്ച ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു, വിശ്വസിക്കാൻ വയ്യാടാ, നീ ഈ ദൈവവചനം സംസാരിക്കുന്നത് 1 മണിക്കൂർ നീ ദൈവവചനം സംസാരിക്കുന്ന കണ്ടപ്പോ എങ്ങനെ ഇത് നടക്കും? ഞാൻ തിരിച്ചു പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇതാ രൂപാന്തരം. ദൈവത്തിന് ചെയ്യാനൊക്കും, അത്ഭുതമാക്കാനൊക്കും. ആ വാക്ക് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. കണ്ടോ ഈ വ്യക്തിയിൽ നടന്നത്? എന്തോ നടന്നത്? വീണ്ടും ജനനമാണ് നടന്നത്. എങ്ങനെ നടന്നു? മാതാപിതാക്കളെ കൊണ്ട് തരാനൊക്കത്തില്ല, വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക മനുഷ്യനിൽ വരുന്ന വലിയ രൂപാന്തരം ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബൈ ഗോഡ്സ് വേർഡ്. കാണിക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശമാണ്. രണ്ടാമത്തെ ഉദ്ദേശം കൂടെ കാണിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. 2:8 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് നോക്കിയേ. 2:8, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം. കൃപയാൽ എന്ന് പറഞ്ഞാൽ ഈ വീണ്ടും ജനനത്തിന് നമ്മളൊന്നും 3 ദിവസം ഉപവസിച്ചതല്ല, പാസ്റ്റർ മോനായതല്ല, അനുസരിച്ച് ഇതൊന്നുമല്ല. കൃപയാലാണിത്. ഇത് അത്ഭുതമാണ്. ഒരു മരിച്ച ആള്, ദൈവവുമായി പ്രതികരിക്കാൻ ഒക്കാത്ത ഒരാള് ഉള്ളിൽ തിരിച്ചറിവ് വന്ന് ഇത് ഹോളി സ്പിരിറ്റിനാലാണ്. കൃപയാൽ നിങ്ങൾ അർപ്പിച്ച ആ വിശ്വാസം, കൃപയാലല്ലോ വിശ്വാസം രക്ഷപ്പെടും. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവർത്തികളാലും കാരണമല്ല. എന്നിട്ട് 10 വാക്യം, രണ്ടാമത്തെ ഉദ്ദേശം. എന്തിനാ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്? നാം ദൈവത്തിന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. ദൈവത്തിന് നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കണം പോരാ, നമ്മുടെ സൽപ്രവൃത്തി. ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത് എന്താന്നുള്ളതിന്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 4:17, 5-ാം അധ്യായം 2-ാം വാക്യം 5:8 അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് സൽപ്രവൃത്തി എന്താണ്. 4:1 ഒന്നുകൂടെ റെഫറൻസുകൾ പറയാം. 4:1, 4:17, 5:2, 5:8, 5:15 ഈ വാക്യങ്ങളിലെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വീണ്ടും ജനിച്ചവരിൽ വരേണ്ട മാറ്റം ഏതൊക്കെ മേഖലയിലാ. അതെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്യാനൊക്കത്തില്ല, സമയമില്ല. പക്ഷെ ആ വാക്യങ്ങൾ നോക്കണം. എഫേസ്യ ലേഖനം 4:1, 4:17, 5:2, 5:8, 5:15 ഈ വാക്യങ്ങൾ നോക്കണം. അവിടാണ് യാഥാർത്ഥ്യമാകുന്നത് ഈ വീണ്ടും ജനനവും അത് എന്തിനാ ദൈവം നൽകിയതെന്നുള്ളതിന്റെയും പൂർണ്ണ അർത്ഥം. പിന്നെയും ഞാൻ പറയട്ടെ, ഫോക്കസ് ദൈവത്തിലാണ്. ദൈവത്തിന് നമ്മളെ ലോകത്തിന് മുമ്പിൽ കാണിക്കണം. ദൈവത്തിന് നമ്മളിലൂടെ ആ സൽപ്രവർത്തികൾ, ജ്ഞാനത്തിന്റെ, സ്നേഹത്തിന്റെ, വിളിക്ക് യോഗ്യമാമെന്ന പ്രവൃത്തി വെളിപ്പെടുമ്പോ ദൈവനാമത്തിന് മഹത്വം കൂടണം. എനിക്കെന്തായാലും കിട്ടുന്നതല്ല, എന്നിൽ വരുന്ന മാറ്റം ഒരാൾ കാണുമ്പോ ദൈവത്തിന്റെ കൃപയുടെ ധനത്തെ അവര് കാണുന്നു. ആ ഒരു നിലയിലേക്ക് രൂപാന്തരപ്പെട്ടവരായി. മരിച്ച അവസ്ഥകൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മരിച്ച ആള് ഭയങ്കര ആക്റ്റീവാ, യൂത്ത് മീറ്റിങ്ങിനൊക്കെ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ആ വ്യക്തിക്ക് അറിയത്തുള്ളൂ ഞാൻ മരിച്ചവനാ. എങ്ങനെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ സ്വാധീനം ക്രിയേറ്റ് ചെയ്തൊരു ലൊക്കേഷൻ, ഇതിൽ നിന്നും യേശു എന്ന ലൊക്കേഷനിലേക്ക് ഒരു ട്രാൻസ്ഫർ എങ്ങനെ നടക്കും? ആത്മാവിനാലും വചനത്താലും ഒരു മിറക്കിൾ നടക്കുമ്പോ അതിനെ വിളിക്കുന്ന പേരാ വീണ്ടും ജനനം നടന്നു. ആ ആളിൽ ദൈവത്തോടുള്ള പ്രതികരണം മാറി. ഇതുവരെ പ്രതികരിക്കാത്ത ആളിപ്പം യേശുവിനെ നോക്കിയാ ജീവിക്കുന്നത്. യേശുവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഈ അനുഭവങ്ങളിൽ പുകഴുവാനും ഈ ദൈവം തന്ന ജീവൻ ഓർത്ത് ആരാധിക്കാൻ, അങ്ങനെ ജീവിതം തന്നെ ഒരു ആരാധനയായി മാറുവാൻ. ദൈവസന്നിധിയിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ ദിവസം ഞാൻ ഓർക്കുന്നു. അന്ന് പാടിയ പാട്ട് ഞാൻ ഓർക്കുന്നു. അന്ന് പാടിയ പാട്ട് ഇതാണ്: യാഗപീഠത്തിന് എരിയുന്ന തീയിൽ അർപ്പണം ചെയ്ത മൃഗമായിതാ ഞാൻ, യോഗ്യമായി ഒന്നും പറയുവാനില്ലെങ്കിലും പോകാം ഞാൻ നിന്റെ സേവയ്ക്കായി. ഇങ്ങനെ അർത്ഥം വരുന്ന ഒരു പാട്ടാ അവിടെ പാടിയത്. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു യാഗമായി മാറും. എന്റെ ആഗ്രഹം നിങ്ങളിൽ ചിലരെ ദൈവം അങ്ങനെ ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ കൊണ്ടുവരികയും നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ വരികയും നിങ്ങളിൽ വന്ന മാറ്റം കണ്ടുകൊണ്ട് ദൈവത്തിന് നാമമഹത്വം ഉണ്ടാവുകയും
അങ്ങനെ നിങ്ങളിലൂടെ ഒരു ഉണർവ് ഈ ദിവസങ്ങളിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് പെന്റക്കോസ്റ്റൽ ചർച്ചസിൽ നമുക്ക് ആവശ്യം, രൂപാന്തരം, വീണ്ടും ജനനം. അല്ലാതെ ഭക്തിയുടെ വേഷമല്ല, ഒരു വേഷം കെട്ടലല്ല, ദൈവത്തിന്റെ കൃപയെ അനുസരിച്ച് നടക്കുന്ന ഒരു അനുഭവം വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് നന്ദിയെ അറിയിക്കുന്നു. നിങ്ങളെ ക്ഷണിച്ചതിനും ഇങ്ങനെ സമയം ഒരുക്കിയതിനും ഉള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവശബ്ദം ഇന്ന് സന്ധ്യാസമയം ദൈവം നമുക്കായി ഒരുക്കിയല്ലോ. ദേവദാസനെ ബലപ്പെടുത്തിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ വീണ്ടും ഉയർത്തുവാൻ പ്രിയ ദേവദാസനെ ദൈവം അധികമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു ആലോചനയും ഒരു ദൈവിക സന്ദേശവും ഞങ്ങൾക്ക് നൽകിയതിന് പ്രിയ ദേവദാസിനെ നന്ദി പറയുന്നു. ദേവദാസ് അടുത്ത ശുശ്രൂഷയ്ക്കായി പ്രിയ രുചി പാസ്റ്ററെ ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല സന്ദേശം ഇന്ന് യൂത്ത് മീറ്റിംഗിൽ കൂടെ കർത്താവിന്റെ ദാസൻ നൽകിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവര് ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമായി തീർന്നു. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ദൈവജനം നമ്മോട് സംസാരിപ്പാൻ ഇടയായി. അത് ഇന്ന് രാത്രിയിൽ ഈ വചനം ശ്രവിച്ച ഏവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവജനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവവചനത്തിന്റെ ആഴം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഗ്രഹിപ്പിച്ചു നൽകുവാൻ തക്കവണ്ണം തന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. പ്രത്യേക ഈ യൂത്ത് മീറ്റിങ്ങില്, രണ്ടാമത്തെ യൂത്ത് മീറ്റിങ്ങില് ദൈവജനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി ഈ യൂത്ത് മീറ്റിങ്ങിന്റെ പേരില് ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നിരുന്ന നമ്മെ കർത്താവ് അവനോട് കൂടെ ആക്കി ക്രിസ്തു നമ്മളിലായി തീർന്നു. ഈ ലോകത്തിന്റെ കാലഗതികൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിച്ചു വന്നതായ അവസ്ഥകൾ എല്ലാം നമ്മിൽ നിന്നും മാറ്റി നമ്മെ ഒരു പുതിയ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് ആഴമേറിയ രൂപാന്തരം നമ്മളിൽ തന്ന് നമ്മെ ഒരുക്കുന്നത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തിന്റെ വചനം അനേകർക്ക് രൂപാന്തരത്തിന് കാരണമാകട്ടെ. ആ വീണ്ടും ജനിച്ച അനുഭവത്തിൽ നമുക്ക് മുന്നേറുവാനൊക്കെ ഇടയായി തീരട്ടെ. നിക്കോദിമോസിനെ പോലെ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന ആ ഒരു അനുഭവത്തിൽ മുന്നേറുവാൻ ദൈവം കൃപ നൽകട്ടെ. ആമേൻ. ഇന്ന് 29-30 പേര് എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ ആൾക്കാർ ഇന്ന് ഇതിൽ സംബന്ധിച്ചിട്ടുണ്ട്. ആമേൻ. അതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. താരക്കര ഗ്രേസ് സിറ്റി ചർച്ച് ഓഫ് ഗോഡിൽ ഉള്ള യുവജനങ്ങൾക്കും അതോടൊപ്പം പത്തനാപുരം, ഡൽഹി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റ് ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള സഹോദരങ്ങൾ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിച്ചു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരുന്ന നെൽസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൊയർ ലീഡ് ചെയ്ത മോസസിനെ ദൈവം ബലപ്പെടുത്തട്ടെ. ഇതിന്റെ സിസ്റ്റം എല്ലാം ക്രമീകരിച്ച പ്രിയ സഹോദരങ്ങളെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. നാളെ നമ്മുടെ
ആരാധന വൈകിട്ട് 6 മുതൽ 8 വരെ ഉണ്ട്. ആരാധനയിലേക്കും എല്ലാ സഹോദരങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് സംബന്ധിച്ചവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കൃതജ്ഞത പറയാനായിട്ട് ഉണ്ടോ നേഴ്സൺ ബ്രദറെ? നന്ദി പറയാനായിട്ടല്ലോ ഉണ്ടോ? ഇല്ല. ഓക്കെ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ലേ? പറഞ്ഞല്ലോ. ഓക്കെ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ രാത്രി വേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ജനനം എന്നുള്ളതായ വിഷയത്തെ കുറിച്ച് ദൈവജനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇന്ന് വൈകവേളയിൽ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ കർത്താവ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് എഫേസ്യ ലേഖനത്തിൽ നിന്നൊക്കെ ആമേ തിരുവചനം ആഴമായിട്ട് അതേ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരുവാനൊക്കെ വണ്ണം എന്റെ ദാസനെ പരിശുദ്ധാത്മാവിടുന്ന് ഉപയോഗിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ഒരു അനുഗ്രഹമായിട്ട് തന്റെ ദാസനെ ദൈവം അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ. അവിടുന്ന് മാനിച്ചാത് ഞങ്ങൾ കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം അതെല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ. ആഴമേറിയൊരു അനുഭവത്തിൽ ഞങ്ങൾ നിലനിൽപ്പാനും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി മുന്നേറുവാനും ആമേൻ ബാഹ്യമായും ആന്തരികമായും ആഴമേറിയ രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് ആ അനുഭവത്തിൽ നിലനിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ അല്ലല്ലോ കർത്താവേ, ഞങ്ങളുടെ പുണ്യപ്രവർത്തികളൊന്നുമല്ല, ഞങ്ങളുടെ സ്വയനീതികളൊന്നുമല്ല, മനുഷ്യന്റെ പ്രവർത്തികളൊന്നുമല്ലല്ലോ. കർത്താവിന്റെ കൃപയും കർത്താവിന്റെ കരുണയും അതേ ആ ആഴമേറിയ സ്നേഹവും ഞങ്ങളിൽ വെളിപ്പെടുത്തി തന്നതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളുടെ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ആ വീണ്ടും ജന അനുഭവത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. അനേകരെ ഒരുക്കിയെടുക്കുവാൻ കൃപ തരണമേ. ആമേൻ, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ഒരു കൈപ്പണിയാകിയാൽ അനേകരുടെ മുമ്പിൽ മാനപാത്രങ്ങളായി നിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നശിച്ചു പോകുന്നവരുടെ മധ്യത്തിലും രക്ഷിക്കപ്പെടുന്നവരുടെ മധ്യത്തിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്നവർ അതേ ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് ഞങ്ങളെ കാണുവാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പുറം ലോകത്തിന്റെ മധ്യത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായി നിൽപ്പാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നോക്കുന്നവർ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ കർത്താവിയുടെ മധ്യത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണമുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ആമേൻ. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ യൂത്ത് മീറ്റിംഗ് ഇങ്ങനെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ദൈവം സാവകാശം നൽകിയല്ലോ. രണ്ടാമതൊരു മീറ്റിംഗ് കൂടെ ക്രമീകരിപ്പാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ കോവിഡ് കാലത്ത് കർത്താവെ ഒരുമിച്ചുള്ളതായ കൂടിവരവൊന്നും നടക്കാത്ത സാഹചര്യത്തില് ആമേൻ സൂം മീറ്റിംഗ് ആയിട്ട് യൂത്ത് മീറ്റിംഗ് ക്രമീകരിപ്പാൻ ദൈവം സാവകാശം തന്നല്ലോ. ദൈവത്തിനെ സംസാരിപ്പാനുള്ള ക്രമീകരണം തന്നല്ലോ. അനേകർ പല സ്ഥലങ്ങളിൽ സംബന്ധിപ്പാൻ ഇടയായി തീർന്നല്ലോ. നിങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ മേഘത്തിലെ വരവിനായി ഞങ്ങളെല്ലാം ഒരുക്കണമേ. വിശുദ്ധിയിൽ കാത്തുകൊള്ളണം. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ക്രിസ്തു യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക ഈ യൂത്ത് മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ സഹോദരങ്ങളോടും വൈകവേളയിൽ ഐശ്വര്യമായ ദൈവജനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടും ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിന്റെ മേഘത്തിലെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഓക്കേ. നമ്മുടെ
അടുത്ത മാസത്തെ മീറ്റിംഗ് ഒക്ടോബർ 17-നായിരിക്കും. ഒക്ടോബർ 17 സാറ്റർഡേ ആയിരിക്കും. നമ്മളൊരു സ്പീക്കറിനെ ഇപ്പോൾ ദൈവകൃപയാൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മീറ്റിങ്ങിനെ ഇപ്പോഴേ നമ്മൾ പറയാണ്, ഒക്ടോബർ 17 ശനിയാഴ്ച. ഓക്കെ, ഇതിൽ സംബന്ധിച്ച പല സഹോദരങ്ങളുണ്ട്. പലരുടെയും വീഡിയോ ഒന്നും പിന്നെ കാണിക്കാത്തതുകൊണ്ട് പലരെയും കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.